कुंज बिहारी जय राधा माधवा जय कुंज बिहारी जय गोपी जनवल्लभा जय गिरिवरधारी जय गोपी जनवल्लभा जय गिरिवरधारी जय राधा माधवा जय कुंज बिहारी यशोदनन्दना व्रज जनरञ्जना यशोदनन्दना व्रज जनरञ्जना यशोदनन्दना व्रज जनरञ्जना यमुना तीरावनचारी जय कुंज बिहारी जय राधा माधवा जय कुंज बिहारी हरे कृष्णा 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 हरे 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 रामा राम रामा हरे 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 कृष्णा 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 हरे 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 रामा राम रामा हरे हरे भागवते उत्तम श्लोके भक्तिर्भवति नैष्टगी मूगं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्य ईश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथानितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगण ललिता श्रीविशाखानिदांश्च हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिका कान्दा राधा कान्दा नमस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः नमा ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदा हरे कृष्ण 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 हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम तत्सत् താൻ ചെയ്യുന്ന യുദ്ധം
അകരണീയമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നുള്ളൊരു മിഥ്യാധാരണ അർജുനന്റെ ഉള്ളിൽ വന്നു ചേർന്നു. കാരണം മുമ്പിൽ നിൽക്കുന്ന എല്ലാവരും സ്വജനങ്ങളാണ്, ബാന്ധവന്മാരാണ്. എങ്ങനെയാണ് സ്വജനങ്ങളെ വധിക്കുക, ഉപദ്രവിക്കുക? ഇങ്ങനെയുള്ള ഒരു അഹിംസാ തൽപരമായിട്ടുള്ള ഒരു ചിന്ത പെട്ടെന്ന് തന്നെ അർജുനനിൽ ഉടലെടുത്തു. അതിന്റെ ഫലമായിട്ട് തന്റെ കർത്തവ്യമായിട്ടുള്ള, തന്റെ സ്വധർമ്മമായിട്ടുള്ള, സ്വകർമ്മമായിട്ടുള്ള യുദ്ധം അനിവാര്യമല്ല, വേണമെങ്കിൽ അതിനെ ഉപേക്ഷിക്കാം എന്നുള്ള ഒരു ചിന്ത വരെ വില്ലാളി വീരനായിട്ടുള്ള അർജുനനിൽ എത്തിച്ചേർന്നു. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയെയും ശാരീരികാവസ്ഥയെയും കുറിച്ചെല്ലാം ഗോവിന്ദനോട് പറഞ്ഞു. പക്ഷെ ഗോവിന്ദനാകട്ടെ യാതൊരു തരത്തിലുള്ള മറുപടിയും പറഞ്ഞില്ല, അതിന് മൗനിയായിട്ടിരുന്നു. ഇത് അർജുനനെ കൂടുതൽ വാചാലനാക്കി. കാരണം ചെറിയ ചെറിയ വാദപ്രതിവാദങ്ങൾ കൊണ്ടൊന്നും ഗോവിന്ദനെ, അച്യുതനെ പ്രീണിപ്പിക്കാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയിട്ടുള്ള അർജുനൻ തത്വശാസ്ത്രങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ട്, വലിയ വലിയ സ്മൃതി ഗ്രന്ഥങ്ങളുടെ ആപ്തവാക്യങ്ങളോട് കൂടിയിട്ട് ഗോവിന്ദന്റെ ആ ഒരു മാനസിക അവസ്ഥയെ ഉടലെടുക്കുവാനായിട്ട് ശ്രമിച്ചു. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്, ഇതുവരെ കേട്ടതും ഇനി കേൾക്കാൻ പോകുന്നതുമെല്ലാം മനുസ്മൃതി, വസിഷ്ഠസ്മൃതി, യോഗവാസിഷ്ടം, പരാശര സ്മൃതി തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിലൊക്കെയും പറഞ്ഞിരിക്കുന്ന ആ ധർമ്മത്തിന്റെ അനുകൂലമായിട്ടുള്ള വാക്യങ്ങളെയാണ്. ഇങ്ങനെ ഒരു കപട മുഖം മൂടി അണിയുകയാണ് യഥാർത്ഥത്തിൽ അർജുനൻ ചെയ്യുന്നത്. നോക്കൂ, ഈ കാലഘട്ടത്തില് സ്വഭാവം പരിപോഷിക്കുവാനായിട്ട്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിയെ എങ്ങനെയാണ് നല്ലതിലേക്ക് കൊണ്ടുവരുന്നത്, അതിനെ കുറിച്ചിട്ടുള്ള കുറെ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ സെമിനാറുകൾ എല്ലാം സംഘടിപ്പിക്കാറുണ്ട്. അപ്പോ ഒരു മനുഷ്യനെ സംബന്ധിച്ച് രണ്ട് വ്യക്തിത്വമാണ് ഉള്ളത്. ഒന്ന് അവന്റെ അന്തർധാര, സ്വരൂപം, സ്വഭാവം. സ്വഭാവത്തെ നല്ല രീതിയിലാക്കുക, സ്വഭാവത്തെ പരിപോഷിക്കുക, സ്വഭാവം സത്താക്കിയിട്ട് മാറ്റുക, സത്വഗുണത്തിൽ അടിസ്ഥാനമാക്കിയിട്ട്. രണ്ടാമത്തെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം. രണ്ടും ഒന്നാണോ എന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും ആളുകളെല്ലാം. കൂടുതലും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അല്ലെ. അപ്പോ അവിടെ പല കോഴ്സുകൾ ആരെങ്കിലേക്കും വരുന്നു, ഒരു അരമണിക്കൂർ, ഒരു മണിക്കൂർ സംസാരിക്കുന്നു. അപ്പൊ ഈ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ പേഴ്സോണ, മുഖം മൂടി. ഗ്രീക്ക് ഭാഷയിൽ അല്ലെങ്കിൽ ലാറ്റിൻ ഭാഷയിൽ പേഴ്സോണ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ മുഖം മൂടി അണിയുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് പണ്ട് ഏകാംഗ നാടകത്തിലെല്ലാം ഒരു വ്യക്തി വന്നിട്ട് അനേകം കഥാപാത്രങ്ങളെ അഭിനയിപ്പിക്കും. ആ വീട്ടിൽ അച്ഛനായിട്ടും അമ്മയായിട്ടും മകനായിട്ടും ജോലിക്ക് വരുന്ന ആളായിട്ടും തെങ്ങ് കയറ്റക്കാരനായിട്ടും പട്ടാളക്കാരനായിട്ടും പോലീസുകാരനായിട്ടും കുറ്റവാളിയായിട്ടൊക്കെ ഒരാൾ തന്നെയാണ് വരിക. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും? നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മുഖം മൂടി അണിയും. ഇങ്ങനെയാണ് പണ്ടുള്ള നാടകങ്ങളിൽ, ബാലയിലൊക്കെ. അപ്പൊ അതിനെയാണ് പേഴ്സോണ. അതിൽ നിന്നാണ് ഈ പേഴ്സണാലിറ്റി എന്നെല്ലാം ഉള്ള വാക്ക് വന്നത്. അപ്പൊ അതുപോലെ മനുഷ്യരായിട്ടുള്ള നമ്മളും മുഖം മൂടികൾ അണിയാറുണ്ട് അല്ലെ. വീട്ടിലൊരു മുഖം മൂടി, ഒരു അച്ഛന്റെയോ അമ്മയുടെയോ സഹോദരന്റെയോ സഹോദരിയുടെയോ. ആ വ്യക്തി ജോലിക്ക് പോകുകയാണെങ്കിൽ അവിടുത്തെ ആചാരവിചാരങ്ങൾക്കനുസരിച്ച്, അല്ലെങ്കിൽ അവിടെ നിയമവിധേയങ്ങൾക്ക് അനുസൃതമായിട്ട് വേറൊരു മുഖം മൂടി. സത്സംഗത്തിൽ വരാണെങ്കിലോ വേറൊരു മുഖം മൂടി. തിരിച്ചറിയാൻ സാധിക്കില്ല. പലപ്പോഴും ആളുകൾ പറയും, പ്രഭു അങ്ങനെ വിചാരിക്കുന്ന പോലെയൊന്നും അല്ലാട്ടാ, ആ മാതാജി അങ്ങനെയൊന്നും അല്ലാട്ടാ, വീട്ടിൽ ചെന്ന് ചോദിക്കൂ, അല്ലെങ്കിൽ വീടിന്റെ അടുത്തേക്ക് പോയിട്ട് അവിടുത്തെ ആൾക്കാരോട് ചോദിക്കൂ എന്ന് പറയാൻ സാധിക്കും. കാരണം എന്താണ്? അവര് സത്സംഗത്തിൽ വരുമ്പോൾ ഒരു മുഖം മൂടിയും അവര് വീട്ടില് ചെല്ലുമ്പോൾ വേറൊരു മുഖം മൂടിയുമാണ് അണിയുന്നത്. കാരണം കുറച്ചു നേരമുള്ളൂ ആക്ട് ചെയ്യും അവര്. നമ്മുടെ ആരോഗ്യമന്ത്രിക്കും നല്ല പോലെ അഭിനയിച്ച പോലെ. അപ്പോ ഇങ്ങനെ അഭിനയത്തിന്റെ വലിയ വലിയ ആളുകളായിട്ട് നമ്മൾ പല പല മുഖം മൂടികൾ, ശരിക്കും പറഞ്ഞ 9 എണ്ണം ഉണ്ടെന്നാണ് പറയുന്നത്. കാമക്രോധ മോഹ ലോഭ മത മാത്സര്യം. ഇതിന്റെ എല്ലാം മുഖം മൂടി അണിഞ്ഞിട്ട് ഉദാത്ത മനസ്കരായിട്ട് നമ്മൾ ജീവിക്കും. എപ്പോഴാണ് ആ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നത് അറിയില്ല. എപ്പോഴാണെന്നറിയോ? യാത്ര പോകുമ്പോൾ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൂടെ താമസിക്കുന്ന സമയത്ത്. ഒരു വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് ഒരു 3 ദിവസം ആ വ്യക്തിയുടെ കൂടെ താമസിച്ചാൽ മതി. യാത്ര പോകുമ്പോൾ ദ്വാരക,
അല്ലെങ്കിൽ വൃന്ദാവൻ, പുരി, മായാപൂർ ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ നമ്മൾ ഒരു 10 ദിവസത്തെയോ 7 ദിവസത്തെയോ യാത്ര സംഘടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ വ്യക്തിയുടെയും സ്വഭാവം, തനി സ്വഭാവം, സ്വരൂപം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം അവർക്ക് 7 ദിവസവും മുഖം മൂടി അണിയുവാനുള്ള ശക്തി ഉണ്ടാവില്ല. 1 ദിവസമോ 2 ദിവസമോ മാക്സിമം. 3-ാമത്തെ ദിവസം തൊട്ട് ആ മുഖം മൂടിക്ക് കേടുപാടുകൾ സംഭവിക്കാനായിട്ട് ആരംഭിക്കും. അപ്പൊ തനി സ്വരൂപം പുറത്തു വരും. അതുപോലെ ഇവിടെ അർജുനനും മുഖം മൂടികൾ അണിയുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കഴിഞ്ഞ 3-4 ശ്ലോകങ്ങളിൽ കണ്ടത്. മമത്വബോധത്താൽ ആവേശിക്കപ്പെട്ട് എല്ലാം എന്റെയാണ്, എന്റെ സ്വജനങ്ങളാണ്, എന്റെ ബന്ധുമിത്രാദികളാണ്, അവരോട് ഞാൻ എപ്രകാരമാണ് യുദ്ധം ചെയ്യുക, അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ എനിക്ക് പാപം വന്നു ചേരില്ലേ, അല്ല ചിലപ്പോൾ എനിക്ക് പരാജയം സംഭവിക്കില്ലേ, തുടങ്ങിയ അനേകം ചിന്താഗതികള് അർജുനന്റെ മനസ്സിൽ ഉടലെടുത്തു. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഉദാത്തമായിട്ടുള്ള അഹിംസയുടെയും കരുണയുടെയും ദയയുടെയും എല്ലാം പേര് പറഞ്ഞ് ആ മുഖം മൂടികളെല്ലാം അണിഞ്ഞുകൊണ്ട് വാദപ്രതിവാദങ്ങൾ നടത്തുകയാണ് അർജുനൻ ഇവിടെ ചെയ്യുന്നത്. ഭഗവാൻ വിചാരിച്ചു ഇവൻ 9 എണ്ണം എടുത്തിട്ട് അണിയട്ടെ, അതിനുശേഷം പിന്നെ സ്റ്റോക്ക് കഴിയുമല്ലോ, അപ്പോ ഞാൻ മറുപടി പറയാം എന്ന് വിചാരിച്ച് ഭഗവാൻ പുഞ്ചിരിയോട് കൂടിയിട്ട്, ശ്രദ്ധയോട് കൂടിയിട്ട്, അവനെ അവഗണിക്കാതെ അവന്റെ കണ്ണുകളിൽ തന്നെ നോക്കിയിരുന്നു കൊണ്ട്, അർജുന നീ പറഞ്ഞുകൊള്ളൂ, എല്ലാം ഞാൻ കേൾക്കാം. ഒരു മനോരോഗിയുടെ ദീനരോധനങ്ങളെല്ലാം എപ്രകാരമാണ് ഒരു മനോരോഗ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ കേൾക്കുന്നത്, അതുപോലെ വളരെ ശ്രദ്ധാപൂർവം അർജുനന്റെ വാദപ്രതിവാദങ്ങളെല്ലാം കേൾക്കുകയാണ് ഇവിടെ ഗോവിന്ദൻ ചെയ്യുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അവസാനം ഗോവിന്ദന്റെ പ്രീതി സമ്പാദിക്കുവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഉത്കൃഷ്ടമായിട്ടുള്ള നിലയിലേക്ക് നീങ്ങുകയാണ് ഇവിടെ അർജുനൻ ചെയ്യുന്നത്. അർജുനന്റെ ഈ വാദഗതികൾ ഒന്നും തന്നെ ശാസ്ത്ര പ്രമാണങ്ങളായിട്ട് നിങ്ങൾ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. കാരണം എന്താണ്? ആ കരുണാഭരിതനായി തീർന്നിട്ടുള്ള, അത്യന്തം കരുണാഭരിതനായി തീർന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ മാനസിക അവസ്ഥയാണ് ഇവിടെ അർജുനനിലൂടെ പ്രകടമാവുന്നത്. അല്ലാതെ ഒരു ആധ്യാത്മിക ഗുരുവിന്റെയോ അല്ലെങ്കിൽ ജിജ്ഞാസുവായിട്ടുള്ള ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയുടെയോ മനോധർമ്മമല്ല ഇവിടെ അർജുനൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഗോവിന്ദൻ അതിനെ തള്ളിക്കളയുന്നു, നമ്മളും അതിനെ തള്ളിക്കളയുന്നു. ഒരിക്കലും ഇതിലെ ആപ്തവാക്യങ്ങളായിട്ട് അർജുനന്റെ ഈ വാദപ്രതിവാദങ്ങൾ ഒന്നും തന്നെ നമ്മൾ കണക്കിലെടുക്കാൻ പാടില്ല. ഇപ്രകാരം പറഞ്ഞ് അദ്ദേഹം ആ കുലക്ഷയത്തിനെ കുറിച്ചിട്ട് 3-4 ശ്ലോകങ്ങളിൽ കൂടെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ശ്ലോകം 40 പറയുകയാണ്, അധർമ്മ അഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രിയഃ ശ്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണ സങ്കരഃ. വിവർത്തനം, ട്രാൻസ്ലേഷൻ. അല്ലയോ ശ്രീകൃഷ്ണ, കുലത്തിൽ അധർമ്മം മുന്നിട്ട് നിന്നാൽ സ്ത്രീകൾ ദുഷിച്ചു പോകും. അല്ലയോ വൃഷ്ണികുലത്തിൽ പിറന്നവനെ, സ്ത്രീത്വം ദുഷിച്ചാൽ ആർക്കും വേണ്ടാത്ത കുട്ടികൾ ജനിക്കുന്നു. ഈ ശ്ലോകത്തിന്റെ ആശയ വിശദീകരണം, ഭാവാർത്ഥം, പർപ്പട്ട്. ഭാവാർത്ഥം എഴുതിയ അഭയചരണാരവിന്ദ് ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. സമൂഹത്തിൽ സജ്ജനങ്ങൾ കൂടുതൽ ഉണ്ടാവണം. അത് ജീവിതത്തിൽ സമാധാനത്തിനും ഐശ്വര്യത്തിനും ആത്മീയ വിശ്വാസത്തിനും കളമൊരുക്കുന്നു. രാജ്യത്തിന്റെയും ജനതയുടെയും പൊതുവായ ആത്മീയ ഉത്കർഷത്തിനു വേണ്ടി സമൂഹത്തിൽ സജ്ജനങ്ങൾക്ക് പ്രാമുഖ്യമുണ്ടാക്കത്തക്ക വിധത്തിൽ രൂപീകരിക്കപ്പെട്ടവയാണ് വർണ്ണാശ്രമധർമ്മത്തിന്റെ വ്യവസ്ഥകൾ. അത്തരമൊരു ജനസമൂഹം അതിലെ സ്ത്രീകളുടെ ചാരിത്രത്തെയും വിശ്വാസതയെയും ആശ്രയിച്ച് നിലനിൽക്കുന്നു. കുട്ടികൾ പിഴച്ചു പോകാൻ വളരെ എളുപ്പമുണ്ട്, സ്ത്രീകൾ അധപതിക്കാനും അത്ര തന്നെ എളുപ്പമുണ്ട്. അതുകൊണ്ട് കുട്ടികളെയും സ്ത്രീകളെയും കുലത്തിലെ പ്രായം ചെന്നവർ രക്ഷിക്കേണ്ടിയിരിക്കുന്നു. വിവിധങ്ങളായ മതാചാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് കഴിയുന്ന സ്ത്രീകൾ വഴിപിഴച്ചു പോകാനിടയില്ല. സ്ത്രീകൾ സാമാന്യമായി ബുദ്ധിമതികളല്ലെന്നും അതുകൊണ്ട് അവരെ വിശ്വസിച്ചുകൂടെന്നും പണ്ഡിതനായ ചാണക്യൻ പറയുന്നു. അങ്ങനെ പാരമ്പര്യമനുസരിച്ചുള്ള വിവിധ ആചാര അനുഷ്ഠാനങ്ങളിൽ എപ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ പാതിവൃത്യവും ഭക്തിയും കൊണ്ട് വർണ്ണാശ്രമധർമ്മത്തിൽ പങ്കെടുക്കാൻ അർഹതയുള്ള ഒരു ജനതയെ സൃഷ്ടിക്കാം. വർണ്ണാശ്രമ വ്യവസ്ഥ തകർന്നാലാകട്ടെ സ്ത്രീകൾ സ്വതന്ത്രതകളായി പുരുഷന്മാരുമായി ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്ത് അനാവശ്യമായ ജനപ്പെരുപ്പം ഉണ്ടാക്കിയേക്കും. ഉത്തരവാദിത്തമില്ലാത്ത പുരുഷന്മാരും സമൂഹത്തിൽ വ്യഭിചാരാസക്തി വളർത്തി ജനപ്പെരുപ്പത്തിന് വഴിവെക്കും. മനുഷ്യവർഗത്തെ യുദ്ധവും പകർച്ചവ്യാധിയും അടിക്കടി ക്ഷയിപ്പിക്കുവാൻ തുടങ്ങും. ഇപ്പൊ അർജുനൻ പറയുന്നതെല്ലാം നല്ല കാര്യമാണ്. കാരണം നേരത്തെ പറഞ്ഞു, യുദ്ധത്തില് ക്ഷത്രിയരായിട്ടുള്ള സകല പുരുഷന്മാരും ചിലപ്പോൾ വധിക്കപ്പെട്ടേക്കാം. അവരുടെ ഭാര്യമാരെല്ലാം വിധവകളായി തീരും. ചിലര് വയസ്സായവരായിരിക്കാം,
ചിലര് അടുത്ത് തന്നെ വിവാഹം കഴിച്ചവരായിരിക്കാം. അതുപോലെ ഇവർക്ക് വിവാഹപ്രായം എത്തിയിട്ടുള്ള മക്കളുണ്ടാവും, പെൺകുട്ടികളുണ്ടാവും. ഇങ്ങനെ ഭർത്താവ് നഷ്ടപ്പെട്ട യൗവനയുക്തകളായിട്ടുള്ള സ്ത്രീകളും അവരുടെ പുത്രിമാരുമെല്ലാം ആരെയാണ് വിവാഹം ചെയ്യുക? അല്ലെ? കാരണം ക്ഷത്രിയന്മാരെല്ലാവരും മരിച്ചു കഴിഞ്ഞു. അപ്പൊ അവർക്ക് ബ്രാഹ്മണരെയോ അതുമല്ല താഴേക്കിടയിലുള്ള വൈശ്യരെയോ ശൂദ്രരെയോ വിവാഹം കഴിക്കേണ്ടി വരും. ചിലപ്പോൾ മിശ്ര സങ്കരത്തിലുള്ള മിശ്ര വിവാഹത്തിൽ ജനിച്ചിട്ടുള്ള കുട്ടികളെയും ചിലപ്പോൾ വിവാഹം കഴിക്കേണ്ടി വരും. അങ്ങനെ ക്ഷത്രിയ വംശം പാടെ നശിക്കും, ക്ഷത്രിയ ആചാരങ്ങളെല്ലാം നശിക്കും, കുലത്തൊഴില് ചിലപ്പോൾ നശിച്ചു പോകും. അങ്ങനെ അതെല്ലാം നാമാവശേഷമായിട്ട് തീരുമെന്നാണ് പറയുന്നത്. ശരിയാണ്, നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ അർജുനൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അധർമാഭിഭവാത് കൃഷ്ണ, ഇങ്ങനെ അധർമ്മം ഉയർന്നു വരുമ്പോൾ അല്ലെ, കാരണം ഈ സങ്കരവർഗങ്ങള് മിശ്രവർഗങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് അധർമ്മം ഉയർന്നു വരും, ധർമ്മത്തെ അത് കീഴ്പ്പെടുത്തും, ശക്തിയില്ലാതാവും ധർമ്മത്തിന്. അങ്ങനെ ശക്തിയില്ലാത്തൊരു വസ്തുവിന് നേരെ നിൽക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഉടനെ തന്നെ അധർമ്മം പൊട്ടിപ്പുറപ്പെടും. കാരണം ഡൈലൂഷൻ വരും. അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അത് ചെയ്താലും കുഴപ്പമില്ല, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങും. അപ്പോൾ പ്രദുഷ്യന്തി കുലസ്ത്രീയ, കുലത്തിലെ സ്ത്രീകളെല്ലാം, ഞങ്ങളുടെ സഹോദരിമാരും അമ്മമാരുമെല്ലാം ദുഷ്യന്തി ദുഷിച്ചു പോകും, പ്രകർഷേണ ദുഷ്യന്തി വളരെ മോശമായിട്ടുള്ള രീതിയിൽ ദുഷിച്ചു പോകും. എന്ന് വെച്ചാൽ ശരീരം വിൽക്കേണ്ടി വരും, ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അല്ലെ, ജീവിതം അരച്ചാൻ വയറിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ശരീരമെല്ലാം വിൽക്കേണ്ടി വരും. കാരണം എന്താണ്? ആരും തന്നെയില്ലേ പുരുഷന്മാര്, എല്ലാവരും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അവിടെ സ്ത്രീകളെല്ലാം ജോലിക്ക് പോകുന്ന പതിവില്ല. 5250 വർഷങ്ങൾക്ക് മുന്നുള്ള കഥയാണ്. അപ്പോ ആ സമയത്തെ മനുസ്മൃതി അനുസരിച്ച് അല്ലെങ്കിൽ നിയമവ്യവസ്ഥകൾ അനുസരിച്ച് സ്ത്രീകൾ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. കുലത്തൊഴില് ചെയ്യുന്ന പുരുഷനെ സഹായിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക, ഇതൊക്കെയാണ്. ഇങ്ങനെ അവര് പുറത്തു പോകാതെ വീടിനുള്ളിൽ തന്നെ കുത്തിയിരുന്ന് അല്ലെ, ഭക്ഷണം കഴിക്കാൻ പറ്റാതാകുമ്പോൾ എന്ത് ചെയ്യും? അവർക്ക് വേറെ മാർഗങ്ങളില്ല. അവർക്ക് ധനം സമ്പാദിക്കാനായിട്ട് ഇതുപോലെ അന്യജാതിക്കാരെയെല്ലാം വിവാഹം കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ അന്യജാതിക്കാരെ പ്രാപിക്കേണ്ടി വരും. അങ്ങനെ ഞങ്ങളുടെ സ്ത്രീകളെല്ലാം വളരെ മോശമായിട്ടുള്ള രീതിയിൽ നശിച്ചു പോകുന്നു. കൃഷ്ണ, ഒരു കാര്യം അറിയോ നിനക്ക്? വാർഷ്ണേയ ശ്രീഷു ദുഷ്ടാസു വാർഷ്ണേയ, അല്ലയോ വൃഷ്ണി വംശത്തിൽ ജനിച്ചവനെ, സ്ത്രീകളെല്ലാം ഇപ്രകാരം ദുഷിച്ചു പോകുമ്പോൾ, നശിച്ചു പോകുമ്പോൾ, അവരുടെ മോശമെല്ലാം, അവരുടെ സ്വഭാവമെല്ലാം മോശമായി തീരുമ്പോൾ ജായതേ വർണ്ണസങ്കരഹ, ആ വർണ്ണസങ്കരം, ആർക്കും വേണ്ടാത്ത കുട്ടികള്, സന്താനങ്ങളെല്ലാം ജനിക്കുവാനായിട്ട് ആരംഭിക്കുന്നു. എങ്ങനെയാ? കാരണം നേരത്തെ പറഞ്ഞു ക്ഷത്രിയന്മാരില്ല. അപ്പോ 3 തരത്തിലുള്ള ജാതികള് അല്ലെ, അനിലോമ ജാതി, പ്രതിലോമ ജാതി, സങ്കരജാതി, ഇങ്ങനെയുള്ള പല പല ജാതികളിൽ നിന്നും, മുകളിലുള്ള ജാതിയിൽ നിന്നും താഴെയുള്ള ജാതിയിൽ നിന്നും മറ്റ് മിശ്രവിവാഹത്തിൽ നിന്നും ഉടലെടുത്ത ജാതിയിൽ നിന്നും, ഇങ്ങനെ പല പല ജാതികളിൽ നിന്ന് ഇവർക്ക് വിവാഹം കഴിക്കേണ്ടി വരും അല്ലെ. കാരണം ശരീരം നിലനിർത്തേണ്ട മരിക്കണവരെ. അപ്പൊ അങ്ങനെ ഭക്ഷണത്തിനും അല്ലെങ്കിൽ വസ്ത്രങ്ങൾക്കോ അല്ലെങ്കിൽ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇവർക്ക് ഒരു ആൺതുണ കൂടിയേ തീരൂ. അങ്ങനെ ഇവര് പല ജാതികളിൽ നിന്ന്, പല മതങ്ങളിൽ നിന്ന്, പല വർണ്ണങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കേണ്ടി വരും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആർക്കും വേണ്ടാത്ത കുട്ടികൾ ഉണ്ടാവുന്നു. കാരണം ഇങ്ങനെ മിശ്രവിവാഹത്തിൽ നിന്ന് കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവന് അമ്മയുടെ ജാതിയിലുള്ള ആചാരങ്ങളാണോ അനുഷ്ഠിക്കേണ്ടത്, അച്ഛന്റെ പിതാവിന്റെ ജാതിയിലുള്ള കർമ്മങ്ങളാണോ അനുഷ്ഠിക്കേണ്ടത് എന്നുള്ള ഒരു ആശയക്കുഴപ്പമുണ്ടാവും അല്ലെ. അങ്ങനെ അച്ഛന്റെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരും തമ്മിലുള്ള ഒരു പിടിവലി ഉണ്ടാവും. കുട്ടിയാകെ ആശയക്കുഴപ്പത്തിലാവും. മാത്രമല്ല പിതാവ് പറയും, അമ്മയുടെ ഇതൊന്നും നീ അനുഷ്ഠിക്കേണ്ട, എന്റെ അനുഷ്ഠിച്ചാൽ മതി, അതാണ് ശ്രേഷ്ഠം എന്ന് പറയും. അമ്മയാണെങ്കിൽ പറയും പിതാവിന്റെ അതൊന്നല്ല, നമ്മുടേതാണ് നല്ലത്, അങ്ങനെ പറയും. അങ്ങനെ കുട്ടി പറയും രണ്ടും വേണ്ട, ഞാൻ യാതൊരു ആചാര വിചാരങ്ങളില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറാമെന്ന് പറയും. ചിലപ്പോൾ എന്ത് സംഭവിക്കും? ഈ കുട്ടിയെ ഉപേക്ഷിക്കേണ്ടി വരും. വിവാഹം കഴിക്കാം, പക്ഷെ നിന്റെ ആദ്യത്തെ ഭർത്താവിലുള്ള കുട്ടിയെ ഒന്നും നോക്കാൻ പറ്റില്ല എനിക്ക്, അവരെ നീ ഉപേക്ഷിച്ച് വരികയാണെങ്കിൽ നിന്നെ സ്വീകരിക്കാന്ന് പറയും. ചില സ്ത്രീകൾ ചിലപ്പോ അതും ചെയ്തെന്നിരിക്കും. അങ്ങനെ ഈ കുട്ടികളെയെല്ലാം ഉപേക്ഷിക്കുമ്പോൾ അന്യപുരുഷനെ തേടി പോകുന്ന സമയത്ത് ഈ കുട്ടികളെ
തെരുവിലോ അവരുടെ മുത്തച്ഛന്റെയോ മുത്തശ്ശിയുടെയോ ബന്ധുമിത്രാദികളുടെയോ കയ്യിലേൽപ്പിക്കും. അവർക്ക് വലിയ സംരക്ഷണം ഒന്നും ഉണ്ടാവില്ല. അവര് എന്തെങ്കിലും നിങ്ങൾ ജീവിച്ചോളൂ എന്തായാലും എന്ന് പറഞ്ഞിട്ട് അവരെ ഒരു ഭൃത്യനെ പോലെ അല്ലെങ്കിൽ ഒരു വേലക്കാരനെ പോലെ വേലക്കാരിയെ പോലെ അവരുടെ വീട്ടിൽ ജീവിക്കേണ്ടി വരും. അവര് പിന്നീട് സമൂഹത്തിന്റെ ബാധ്യതയായിട്ട് മാറും. അവർക്ക് സമൂഹത്തിനോട് വെറുപ്പ് വരും, ദേഷ്യം വരും. കാരണം എന്താണത്? ഞങ്ങൾ സംരക്ഷിക്കണില്ല, ഞങ്ങൾക്ക് സുഖം കിട്ടുന്നില്ല, ഞങ്ങൾക്ക് സ്നേഹം കിട്ടുന്നില്ല, കരുണ കിട്ടുന്നില്ല, മാതൃത്വമോ പിതൃത്വമോ ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഇവരെയെല്ലാം വധിക്കണം, ഇവരെയെല്ലാം ഉപദ്രവിക്കണം, ഈ സമൂഹത്തിനെ തന്നെ ഇല്ലാതാക്കണം എന്നുള്ള ചിന്തയുണ്ടാവും. അവരാണ് പിന്നീട് കള്ളന്മാരും കൊള്ളക്കാരും തീവ്രവാദികളുമായിട്ട് മാറുന്നത്. പരീക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ വിശകലന പഠനം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രത്യേകിച്ചും ജമ്മു കാശ്മീർ, ഉത്തരേന്ത്യ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതാണ് നടമാകുന്നത്. ഒരു വ്യക്തിക്ക് 5ഉം 10ഉം ഭാര്യമാര്, അവരിൽ അനേകം സന്തതികള്, അവർ ആരാണെന്നോ എന്താണെന്നോ പോലും അറിയില്ല. അങ്ങനെ തങ്ങളുടെ ജീവിതമെല്ലാം ദുസ്സഹമാകുമ്പോൾ അവര് വീട് വിട്ടു പോകുകയും പിന്നീട് അവര് തന്നെ ഈ വീട്ടുകാർക്ക് ശത്രുതയായിട്ട് വരികയും ചെയ്യുന്നു. വിദേശ രാജ്യങ്ങളിലും ഇത് തന്നെ അവസ്ഥ. പക്ഷെ ഭാരതത്തിന്റെ ഒരു 1/4 ഭാഗവും ആ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് വലിയ വലിയ കുഴപ്പങ്ങളില്ലാതെ ഇങ്ങനെ ആചാരങ്ങളിൽ മുഴുകിപ്പോകുന്നത് കൊണ്ട് നമ്മുടെ ഗുരുജനങ്ങളെല്ലാം മാർഗദർശികളായിട്ടുള്ള ഭക്തന്മാരും ആചാര്യന്മാരും സന്യാസിമാരും മുനിമാരും എല്ലാം ഉണ്ടായതുകൊണ്ട് വലിയ കുഴപ്പങ്ങളില്ലാതെ പോകുന്നുണ്ട്. പക്ഷെ മറ്റു രാജ്യങ്ങളിലെല്ലാം കുത്തഴിഞ്ഞിട്ടുള്ള ഒരു ജീവിതമാണ് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോ ഇതെല്ലാം കേൾക്കുന്ന ആളുകള് ഇവിടെ ചാണക്യന്റെ സ്ത്രീകള് ബുദ്ധിമതികളല്ല, അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ഭഗവത്ഗീത കത്തിക്ക്. ഭഗവത്ഗീതയിൽ എങ്ങനെ എഴുതിയിട്ടുണ്ട്? മനുസ്മൃതി കത്തിക്ക്, നാസ്ത്രീ സ്വതന്ത്രം അർഹസി എന്നൊക്കെ പറയും. പക്ഷെ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് വെറുതെ പറയുന്നതല്ല, മറിച്ച് ഉണ്ടാകാൻ പോകുന്ന അപകടത്തിന്റെ കാര്യങ്ങൾ മുൻകൂട്ടി കൊണ്ട് പറയുന്നതാണെന്ന് മനസ്സിലാക്കണം. കാരണം എന്താണ്? ഒരു സ്ത്രീ നിങ്ങളുടെ വീടിന്റെ അടുത്ത്, ഒരു അയൽവാസി, ഒരു സ്ത്രീ, ഒരു മധ്യവയസ്കയോ യുവതിയോ ആരെങ്കിലും ആയിക്കോട്ടെ, രാത്രി 8 മണിക്കോ 9 മണിക്കോ ഓട്ടോറിക്ഷയിൽ ഒരു 5-6 തവണ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സംശയത്തിന്റെ പതുക്കെ ഒരു സംശയം നിങ്ങളുടെ മനസ്സിൽ ഉടലെടുക്കാനായിട്ട് ആരംഭിക്കും. എവിടെ പോയിട്ടാണ് വരുന്നത്? എന്തിനാണ് ഈ രാത്രി വരുന്നത്? അങ്ങനെയുള്ളൊരു ചിന്ത. പക്ഷെ അതേ സമയം തന്നെ ആ സ്ത്രീയുടെ കൂടെ അവരുടെ മകനോ മകളോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ട്, അത് 8 മണിക്കോ 9 മണിക്കോ 10 മണിക്കോ ആയാലോ നിങ്ങൾക്കൊരു സംശയം വരുമോ? ഇല്ല. നോക്കണേ, അതുകൊണ്ടാണ് സ്ത്രീ സ്വതന്ത്രമർഹസി എന്ന് പറയുന്നത്. സ്ത്രീക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ കയ്യില് ഒരു ചരടിൽ കെട്ടിയ ഒരു പട്ടം പോലെ ഒരു കേന്ദ്ര ബിന്ദുവിനെ നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും പറക്കാനായിട്ട് സാധിക്കും, മുകളിലോട്ടോ താഴോട്ടോ. പക്ഷെ അദൃശ്യമായിട്ടുള്ള ഒരു ചരട്, ഒരു നൂല് ആ പട്ടവും ഈ കുട്ടിയും തമ്മില് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ഒരു അദൃശ്യമായിട്ടുള്ള ഒരു ചരട് എപ്പോഴും ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുപോലെ ഇവിടെ ചാണക്യൻ പറയുന്നതും, കാരണം സ്ത്രീകൾക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ ബുദ്ധിയെല്ലാം വിഭ്രമിച്ചു പോകും. അവർക്ക് പ്രത്യേകിച്ച് ഒരു ബോൾഡ് ഡിസിഷൻ എടുക്കാതെ വരും, അല്ലെ? വീട്ടില് അങ്ങനെയുള്ള സമയത്ത് ആ ഒരു 5-6 ദിവസങ്ങള് അവര് ആകെ തകർന്നിരിക്കും. അവർക്ക് ഒന്നും ചെയ്യാനായിട്ട്, അവരുടെ ശരിയായിട്ടുള്ള ബുദ്ധി ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അവരുടെ ശരീരമെല്ലാം ശോഷിച്ചു പോകും, ശക്തിയില്ലാതിരിക്കും. മാനസിക അവസ്ഥയും ചിന്തകളും ചിന്താധാരകളും എല്ലാം തന്നെ വികലമായിട്ട് തീരും ഈ ഒരു പ്രത്യേക ദിവസങ്ങളില്. അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ അവരെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ചിലപ്പോ വിഡ്ഢിത്തരങ്ങളായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ചാണക്യൻ പറയുന്നത്. അല്ലാണ്ട് സകല സ്ത്രീകളെ കുറിച്ചും 365 ദിവസത്തെ കാര്യമല്ല പറയുന്നത്. ചില പ്രത്യേക സമയങ്ങളില് വൈകാരികമായിട്ടുള്ള സമയത്ത് അവർക്ക് ശരിയായിട്ടുള്ള ഉറച്ച തീരുമാനം എടുക്കുവാനായിട്ട് സാധിക്കില്ല. കാരണം അവർക്ക് പുരുഷന്മാരെക്കാളും കൂടുതൽ ദയ, കാരുണ്യം, അല്ലെ, അഹിംസ തുടങ്ങിയുള്ള സദ്ഗുണങ്ങളെല്ലാം തന്നെയുണ്ട്. സ്ത്രീകളിലാണ് കൂടുതലും സദ്ഗുണങ്ങൾ സാധിക്കുന്നത്. ഇങ്ങനെ അവർക്ക് പെട്ടെന്ന് തന്നെ അവര് വികാരപരവശരായിട്ട് തീരുന്നു. അവർക്ക് പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കാൻ സാധിക്കില്ല. പെട്ടെന്ന് തന്നെ കരച്ചില് വരുന്നു അവർക്ക്, അല്ലെ? അങ്ങനെയുള്ള, എന്നാലോ ബുദ്ധിമതികളാണ്. സ്ത്രീകളുടെ നാമങ്ങൾ തന്നെ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാകാം. 7 നാമങ്ങളുണ്ട് സ്ത്രീകളെ അഭിസംബോധന ചെയ്യാനായിട്ട്. അതിലെല്ലാം ആ ബുദ്ധിയുടെ ലക്ഷണങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ വരും വരായികളെ കുറിച്ചിട്ടൊക്കെ പറയുന്ന പേരുകളാണ് ഇവരെ
ദീർഘദർശി, അല്ല കുശാഗ്ര ബുദ്ധി, മഹിളാരത്നം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ പേരുകളെല്ലാം തന്നെ അവരുടെ സ്വഭാവത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഭഗവത്ഗീതയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പ്രഭുപാദർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചാണക്യൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മനു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഭൃഗു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നാളെ മുതൽ നിങ്ങൾ ഭഗവത്ഗീത കത്തിക്കാനോ മനുസ്മൃതി കത്തിക്കാനോ ഒന്നും പോകരുത്. കാരണം എന്താണ്? നിങ്ങൾക്ക് ആ അവസ്ഥയെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ അവർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വെറും വാക്കുകളല്ല, ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. ഇപ്രകാരം ഈ യുദ്ധം മുഖാന്തിരം ഞങ്ങളുടെ കുലങ്ങളെല്ലാം നശിക്കും, കുലത്തിലെ ധർമ്മമെല്ലാം നശിക്കും, അധർമ്മം പൊട്ടിപ്പുറപ്പെടും. അധർമ്മം പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് ഞങ്ങളുടെ കുലസ്ത്രീകളെല്ലാം നശിച്ചു പോകും. അവർക്ക് ശരീരം വിൽക്കേണ്ടി വരും, അവർക്ക് വീണ്ടും രണ്ടാമത്തെ വിവാഹം കഴിക്കേണ്ടി വരും, മൂന്നാമത്തെ വിവാഹം കഴിക്കേണ്ടി വരും. അതിൽ നിന്നുണ്ടാകുന്ന കുട്ടികള് മിശ്രസന്തതികളായിട്ട് മാറുന്നു. ഇങ്ങനെ മിശ്രസങ്കര കുട്ടികള് പിന്നീട് കുലത്തിനും ആ സമൂഹത്തിനും ആ രാജ്യത്തിനും എന്തിന് ലോകത്തിന് തന്നെ ബാധിതയായിട്ട് ശത്രുവായിട്ട് ഭവിക്കുന്നു ഗോവിന്ദ. അതുകൊണ്ട് വാർഷ്ണേയ വൃഷ്ണിവംശത്തിൽ ജനിച്ചവനെ, നിനക്കും ഒരു കുലമുണ്ടല്ലോ ഞങ്ങളുടെ പോലെ അല്ലെ, നിനക്കാണ് ഈ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ നീ യുദ്ധം ചെയ്യുമായിരുന്നു. അതാണ് ഇവിടെ വാർഷ്ണേയ വൃഷ്ണിവംശജ, വൃഷ്ണിവംശത്തിൽ ജനിച്ചവനെ എന്ന പദം കൊണ്ട് ഇവിടെ അർജുനൻ ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നത്. നിന്റെ കുലത്തിലായിരുന്നെങ്കിൽ നിന്റെ കുലത്തിലെ സ്ത്രീകളെ നശിക്കുവാൻ നീ സമ്മതിക്കുമോ? നീ ഇങ്ങനെയുള്ള യുദ്ധത്തിൽ പങ്കെടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നത്. സ്വന്തം അമ്മാവനെ പൂശിയിട്ടുള്ള ആളാണ്, എന്നിട്ട് അയാളോടാണ് ചോദിക്കുന്നത് അർജുനൻ. നോക്കൂ അല്ലെ, ആ സമയത്ത് ഇതെല്ലാം വിസ്മരിച്ചു പോകുന്നു. അങ്ങനെയാണ് മാനസികാവസ്ഥ. കരച്ചിൽ വരുന്ന സമയത്ത്, കോപം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ആ മാനസികാവസ്ഥയ്ക്കും വികലമായിരിക്കുന്ന സമയത്ത് നമ്മുടെ നല്ല ബുദ്ധികളും ഓർമ്മയൊന്നും വരില്ല, ചീത്ത ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അപ്പോ ഇവിടെ കംസനെ വധിച്ചിട്ടുള്ള കാര്യം മറന്നുപോയി ആശാൻ. അപ്പൊ ഇവിടെ പറയുന്നു, എന്റെ കുലത്തിലാണെങ്കിൽ നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കും. അവസാനം ചെയ്തത് എന്താ? തന്റെ കുലം നശിക്കുവാനായിട്ടല്ല, സ്വന്തം കുലത്തിനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോരാടുവാനാണ് ഭഗവാൻ ഈ നാടകമെല്ലാം അവസാനിപ്പിക്കുവാനായിട്ട് തെരഞ്ഞെടുത്തത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയോടാണ് ഇവിടെ അർജുനൻ ചോദിക്കുന്നത്. കാരണം അന്നും ഇന്നും സ്വധർമ്മത്തില് ഉറച്ചു നിൽക്കുന്നവനാണ് ശ്രീകൃഷ്ണൻ. തന്റെ കൂടെയുള്ള ഭക്തന്മാരെയും അങ്ങനെ സ്വധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ പരമപദത്തിലേക്ക്, ശ്രേയസിലേക്ക് നയിക്കുവാനാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ അർജുനനോടും അത് തന്നെയാണ് ഉപദേശിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവരെ വധിക്കുവാനോ ബന്ധുമിത്രാദികളെ വധിക്കുവാനോ നാട്ടുകാരെ മുഴുവൻ വധിക്കുവാനോ കൊല്ലുവാനല്ല പറയുന്നത്. നിന്റെ സ്വധർമ്മം ആചരിച്ച്, സ്വധർമ്മം പരമം ശ്രേയ, സ്വധർമ്മം നിധനം ശ്രേയ, സ്വധർമ്മം ആചരിച്ച് അനുഷ്ഠിച്ച് നിനക്കും ആ കർമ്മഫലാസക്തിയില്ലാതെ കർമ്മം ചെയ്തുകൊണ്ട് ഇതെന്റെ ധർമ്മമാണ്, ഇത് ചെയ്തേ മതിയാകൂ, ഇത് ചെയ്യുവാനാണ് ജന്മജന്മാന്തരങ്ങളായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന ആ സ്വഭാവം വെച്ചിട്ട്, എൻ്റെ ആഗ്രഹങ്ങൾ വെച്ചിട്ട് എനിക്ക് ഒരു മനുഷ്യ ശരീരം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുവാനായിട്ട് ഞാൻ എൻ്റെ സ്വധർമ്മം അനുഷ്ഠിച്ചേ മതിയാവൂ. 13 വർഷവും യുദ്ധം ചെയ്യണം, യുദ്ധം ചെയ്യണം, യുദ്ധം ചെയ്യണം, അവരെ വധിക്കണം എന്നുള്ളൊരു തീവ്രമായിട്ടുള്ള ആഗ്രഹം അർജുനന്റെ മനസ്സിലുണ്ട്. ഇനി യുദ്ധം ചെയ്തില്ലെങ്കിലോ ആ ആഗ്രഹം അവിടെ തന്നെ നിൽക്കും. അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ ജന്മം എടുക്കേണ്ടി വരും. അല്ല, വയസ്സാങ്കാലത്തായിരിക്കും ചിലപ്പോൾ ഈ ഒരു ആഗ്രഹം വരാം. ആ സമയത്ത് കണ്ണിൽ കണ്ടവരെ എല്ലാം വധിക്കും. കാരണം ആഗ്രഹം നശിക്കാതെ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകാനായിട്ട് സാധിക്കില്ല. ഇനി അതിന് മുന്നു പോകുകയാണെങ്കിലോ ഈ മനസ്സും ബുദ്ധിയും മിഥ്യാഹങ്കാരവും കൂടെ കൂട്ടിയിട്ടാണ് ആത്മാവ് അടുത്ത ശരീരത്തിലേക്ക് പോകുന്നത്. അപ്പൊ അടുത്ത ശരീരത്തിലും ഈ ചിന്തകൾ തന്നെ. അപ്പൊ അതും അടുത്ത ജന്മത്തിൽ പൂർത്തീകരിക്കേണ്ടി വരും. അപ്പോ ഈ ജന്മത്തിൽ തന്നെ പൂർത്തീകരിച്ച് ശാശ്വതമായിട്ട് യാതൊരു ആഗ്രഹങ്ങളില്ലാതെ, യാതൊരു ദുരാഗ്രഹമോ അത്യാഗ്രഹമോ ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് വൈകുണ്ഠത്തിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കണം. അങ്ങനെയുള്ള ഒരു പദ്ധതിയാണ് ശ്രീമദ് ഭഗവത്ഗീത അനുധാവനം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വാദഗതികൾ ഒന്നും തന്നെ നമ്മുടെ ഗോവിന്ദൻ, വാർഷ്ണേയൻ, കൃഷ്ണൻ അംഗീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞിട്ട് കേൾക്കാതിരുന്നപ്പോൾ വീണ്ടും കുറച്ച് വാചാലമായിട്ട് ഇതിന്റെ ഈ സ്ത്രീകളെല്ലാം ദുഷിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതിനെ കുറച്ചും കൂടിയും വിസ്തരിച്ചു പറയുകയാണ് അർജുനൻ അടുത്ത ശ്ലോകത്തിൽ ചെയ്യുന്നത്. അർജുന ഉവാച സങ്കരോ നരകായൈവ കുലജ്ഞാനാം കുലസ്യ ച പതന്തി പിതരോ ഹേഷാം ലുപ്തപിണ്ഡോദഘക്രിയാഃ. വിവർത്തനം, ട്രാൻസ്ലേഷൻ. അലയോ ഗോവിന്ദ,
ആവശ്യമില്ലാത്ത ജനവർധനയുണ്ടായാൽ കുടുംബങ്ങൾക്കും കുലപാരമ്പര്യങ്ങൾ കളഞ്ഞു കുളിച്ചവർക്കും ജീവിതം നരകതുല്യമാകുന്നു. അധപതിച്ച കുടുംബങ്ങളിലെ പിതൃക്കൾ കാലം തോറും പിണ്ടമോ ഉദകക്രിയയോ കിട്ടായകയാൽ അധപതിക്കും. ഈ ശ്ലോകത്തിന്റെ ആശയ വിശദീകരണം, ഭാവാർത്ഥം, പർപ്പട്ട്. ഭാവാർത്ഥം എഴുതിയ അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. കാമ്യകർമ്മങ്ങളിലെ വിധി അനുസരിച്ച് പിതൃക്കൾക്ക് യഥാകാലം പിണ്ടോദകക്രിയയുടെ ആവശ്യമുണ്ട്. ഇത് ചെയ്യുന്നത് വിഷ്ണു പൂജയിലൂടെയാണ്. വിഷ്ണു പ്രസാദം കഴിച്ചാൽ സർവ്വപാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. ചിലപ്പോൾ പിതൃക്കൾ പലതരത്തിലുള്ള പാപഫലങ്ങളാൽ കഷ്ടപ്പെടുകയായിരിക്കാം. മറ്റു ചിലപ്പോൾ സ്ഥൂല ശരീരം ലഭിക്കാതെ സൂക്ഷ്മ ശരീരത്തിൽ പ്രേതരൂപേണ വർത്തിക്കുവാൻ നിർബന്ധിതരായി തീരുകയും ചെയ്യുന്നു. ഈ പ്രസാദ ഉച്ഛിഷ്ടം പിതൃക്കൾക്ക് അർപ്പിക്കുന്നത് കൊണ്ട് പ്രേതാവസ്ഥയിലും മറ്റുമുള്ള ക്ലേശങ്ങളിൽ നിന്ന് അവർ മുക്തരാകുന്നതുമാണ്. പിതൃക്കൾക്ക് അങ്ങനെ ഒരു സഹായം ചെയ്യുന്നത് കുടുംബ പാരമ്പര്യമാണ്. ഭക്തിയുടെ ജീവിതത്തിൽ ഏർപ്പെടാത്തവർക്ക് വിധിച്ചതുമാണ്. കൃഷ്ണസേവനത്തിൽ മുഴുകിയ ഭക്തന്മാർ ഇത് ചെയ്യേണ്ട ആവശ്യമില്ലതാനും. ഭക്തിഭരിതമായ ഭഗവത് സേവനം കൊണ്ട് തന്നെ 1000 പിതൃക്കളെ ക്ലേശമുക്തരാക്കാൻ അവർക്ക് കഴിയും. ശ്രീമദ് ഭാഗവതത്തിന്റെ ഏകാദശ സ്കന്ധത്തിലെ 5-ാം അധ്യായത്തിലെ 41-ാം ശ്ലോകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ദേവർഷി ഭൂതാപ്ത നൃണാം പിതർണാം ന കിങ്കരോ നായ മൃണീച്ച രാജൻ സർവാത്മനായ ശരണം ശരണ്യം ഗതോ മുകുന്ദം പരിഹർത്യ കർത്തം. വിവർത്തനം: കർത്തവ്യങ്ങളെയെല്ലാം ത്യജിച്ച് മുക്തിദാതാവായ മുകുന്ദന്റെ ചരണകമലങ്ങളിൽ അഭയം തേടിയവർക്ക്, സർവാത്മന ഈ ഭക്തിമാർഗം സ്വീകരിച്ചവർക്ക്, ദേവന്മാരോടാകട്ടെ ഋഷികളോടാകട്ടെ ജീവജാലങ്ങൾ, കുടുംബാംഗങ്ങൾ, പിതൃക്കൾ, മനുഷ്യർ തുടങ്ങിയവരാകട്ടെ യാതൊരു കടപ്പാടുമില്ല. എല്ലാ ബാധ്യതകളും പരമദിവ്യോത്തമ പുരുഷനോടുള്ള ഭഗവത് ഭക്തിയുത സേവനത്താൽ സ്വയം ഏവ നിറവേറ്റപ്പെടും. ഇപ്രകാരം അന്യപുരുഷന്മാരുമായിട്ട് സംഗമിച്ച് അല്ലെങ്കിൽ അന്യപുരുഷന്മാരെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അത് പിതാവിന്റെ വംശത്തിലുള്ള പേരുകളിലോ മാതാവിന്റെ കുലത്തിലുള്ള പേരുകളിലോ അറിയപ്പെടില്ല. ബ്രാഹ്മണരെന്നോ ക്ഷത്രിയരെന്നോ വൈശ്യരെന്നോ ശൂദ്രരെന്നോ അവരെ വിളിക്കാൻ പറ്റില്ല. അവരെ നേരത്തെ പറഞ്ഞ മാതിരി ഉഗ്രൻ, നിഷാദൻ, സൂദൻ, അഗ്രൻ ഇങ്ങനെയുള്ള പേരുകളിലായിരിക്കും അവർ അറിയപ്പെടുക. അങ്ങനെ സംഘരോ നരകായ ഏവ, ഇങ്ങനെയുള്ള സന്തതികള്, അല്ലെ, ആർക്കും വേണ്ടാത്ത സന്തതികള് നരകായ ഏവ, നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. സന്തതികളും നരകത്തിലേക്ക് പോകുന്നു, അവരുടെ മാതാപിതാക്കളും നരകത്തിലേക്ക് പോകുന്നു. മാത്രമല്ല കുലജ്ഞാനാം കുലസ്യജ, കുലത്തിന്റെ ആ നാശത്തിനായി കൊണ്ടാണ് ഇവര് ഭവിക്കുന്നത്. കുടുംബത്തിലുള്ള സകലരെയും ഇവര് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. എങ്ങനെയാ? പതന്തി പിതരഹ ഏഷാം ഹി, നിശ്ചയമായും. എവിടെയൊക്കെയാണ് ഹി എന്ന പദം വരുന്നത്? അതിനെ കുറച്ച് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടാണ് പറയുന്നത്. ഹി, നിശ്ചയമായും. എന്തുകൊണ്ടെന്നാൽ ഗോവിന്ദ നിനക്കറിയൂ, ഏഷാം ഇവരുടെ, ഈ മിശ്ര സന്തതികളുടെ, മിശ്ര വിവാഹത്തിൽ നിന്ന് ജനിച്ചിട്ടുള്ള കുട്ടികളുടെ പിതരഹ, പിതൃക്കളെല്ലാവരും, അച്ഛനും അമ്മയും വല്യമ്മയും വല്യച്ഛനും ചെറിയമ്മയും ചെറിയച്ഛനും മുത്തച്ഛനും മുത്തശ്ശിയും അവരുടെ മാതാപിതാക്കളും തുടങ്ങി ഒരു 7 തലമുറയോ 21 തലമുറയോ പതന്തി, നിലംപതിക്കുന്നു. എവിടെ? ഈ ഭൂമിയിലോ നരകത്തിലോ നിലംപതിക്കുന്നു. അവരൊക്കെ ഇപ്പൊ എവിടെയിരിക്കണത്? പിതൃലോകത്തില്. പക്ഷെ ഈ സന്തതി ജനിച്ചത് കൊണ്ട് ഇവന്റെ ജനനം മുതല് എന്ത് സംഭവിക്കുന്നു? അവരൊക്കെ എന്ന് പറഞ്ഞിട്ട് ആ പിതൃലോകത്ത് നിന്ന്, ഉത്കൃഷ്ട ലോകങ്ങളിൽ നിന്ന് നികൃഷ്ട ലോകങ്ങളിലേക്ക് നിലംപതിക്കുന്നു. എന്തുകൊണ്ടാത്? ലുപ്തപിണ്ടോദകക്രിയാഹ, ഉദകക്രിയകൾ ലഭിക്കാതെ, പിണ്ടാദി കർമ്മങ്ങൾ ലഭിക്കാതെ, ശ്രാദ്ധകർമ്മങ്ങൾ ലഭിക്കാതെ, വീട്ടിലെ വീതം വെക്കുന്നത് കിട്ടാതെ, പൂജാതി കർമ്മങ്ങളൊന്നും ചെയ്യുന്നത് കിട്ടാതെ ഇവർക്ക് പിതൃസ്മരണയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഭക്ഷണമൊന്നും കിട്ടാതെ വിശന്ന് വലഞ്ഞ് തളർന്ന് അവര് അങ്ങനെ ഭൂമിയിലോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള നരകാദി ലോകങ്ങളിലോ അതല വിതല സുതല തലാതല രസാതല മഹാതല ലോകങ്ങളിലെല്ലാം നിലംപതിക്കും എന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ആചാര്യന്മാര്, നമ്മുടെ കാരണന്മാരെല്ലാം എന്താണ്, ഒരു വർഷത്തില് 2 തവണയോ 3 തവണയോ നിങ്ങൾ പിതൃക്കൾക്ക് ബലിയിടണം. പുണ്യക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട്, അല്ലെ, നമ്മുടെ തൃപ്പാദപുരം ആ ഭാഗത്തുള്ള ആളുകള്, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ആ ഭാഗത്തുള്ള ആളുകള് അവിടെ പരശുരാമ ക്ഷേത്രത്തിൽ പോയിട്ട് ചെയ്യുന്നു. ഇനി ഞങ്ങളെ പോലുള്ള ആളുകൾ തിരുനാവായ ഭഗവാന്റെ നാഭിയിൽ പോയിട്ട്, ഇവിടെ തിരുനാവായ, ഇനി ഭഗവാന്റെ തിരുനെല്ലി, അവിടെ ആ വടക്കു ഭാഗത്തുള്ള 3-4 ജില്ലകളിലെ ആളുകൾ തിരുനെല്ലുകയാണ് കേരളത്തില്.
അങ്ങനെ ശ്രീ പത്മനാഭൻ ആ വിരാട സ്വരൂപിയായിട്ട് കാരണോദകശായി വിഷ്ണു ആ സാഗരത്തിൽ കിടക്കുന്ന പോലെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മുഖത്തിലോ നാഭിയിലോ പാദങ്ങളിലോ ചെന്ന് നിങ്ങള് വിഷ്ണു പ്രസാദമെല്ലാം വെച്ചുകൊടുത്ത് അലയോ പിതൃക്കളെ മോക്ഷം കിട്ടുവാനായിട്ട് നിങ്ങൾ വന്ന് ഭുജിച്ചാലും എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ആ വിഷ്ണു പ്രസാദം ഭഗവാന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും വെക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ 3 സ്ഥലങ്ങൾക്ക് ഇത്രയും, ഈ തൃപ്പാദം, തിരുപാദം, അല്ലെ, പിന്നെ തിരുനാവ, തിരുനെല്ലി, ഇങ്ങനെയുള്ള 3 സ്ഥലങ്ങൾക്കും ഇത്രയും പ്രാധാന്യം ലഭിച്ചത്. മറ്റുള്ള ക്ഷേത്രങ്ങളും ആലുവ, അതുപോലെ തന്നെ മറ്റുള്ള കുറെ ക്ഷേത്രങ്ങളും വേറെ ഉണ്ടില്ല എന്ന് പറയണില്ല. പക്ഷെ ഇവയാണ് ഏറ്റവും പ്രാധാന്യം. ഇവിടെ 3 സ്ഥലത്തും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടേണ്ട ആവശ്യമില്ല എന്ന് പറയണത്. അങ്ങനെ ഇവർക്ക് മരിച്ചു കഴിഞ്ഞാൽ 16 ദിവസം അല്ലെങ്കിൽ 15 ദിവസം നിശ്ചിതമായിട്ടും, ഒരു പക്ഷം എന്നാണ് പറയുന്നത്, ഒരു പക്ഷം നിശ്ചിതമായിട്ടും, കറുത്ത പക്ഷമോ വെളുത്ത പക്ഷമോ നിർബന്ധമായിട്ടും നമ്മള് ഈ പിണ്ടക്രിയകളെല്ലാം ചെയ്യണം. പക്ഷെ ഇന്നത്തെ സമയം നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, സമയമില്ല ആളുകൾക്ക്. അത് 10ഉം 11ഉമായി 7ഉം 8ഉമായി 3ഉം 4ഉമായി പിറ്റേ ദിവസമായി. കാരണം ഗൾഫിൽ പോകണം, അമേരിക്കയിൽ പോകണം, സമയമില്ല, വീട്ടുകാർക്ക് ജോലി, അവിടേക്ക് കുട്ടികളുണ്ട്, സ്കൂളിൽ പോകണം, ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല. പണ്ട് അങ്ങനെയല്ല, കൂട്ടുകുടുംബത്തിലൊക്കെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആ 15 ദിവസം വരെ ഇരുന്ന് ദിവസവും രാവിലെ ബലിയെല്ലാം ഇട്ട് അവർക്ക് ആ അന്നമെല്ലാം കൊടുത്ത് പഴവും അതുപോലെ തന്നെ നമ്മുടെ അരിയും ശർക്കരയും തേനും എള്ളുമെല്ലാം കൂട്ടിക്കുഴച്ച് 2ഓ 3ഓ ഉരുളകളെല്ലാം വെച്ച് അത് കാക്കകൾക്കും കോഴിക്കുമെല്ലാം വിതരണം ചെയ്ത്, അല്ലെങ്കിൽ അടുത്ത വല്ല ആറുണ്ടെങ്കിൽ പുഴയുണ്ടെങ്കിൽ അവിടെ മത്സ്യങ്ങൾക്ക് മീനുകൾക്കെല്ലാം കൊടുത്ത് അങ്ങനെ പിതൃക്കളെ നമ്മള് സംതൃപ്തരാക്കാറുണ്ട്. ഇന്ന് അതെല്ലാം ചുരുങ്ങി, അതൊക്കെ വേസ്റ്റ് ആണ്, അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നിരാകാരവാദികളും അതുപോലെ തന്നെ നിരീശ്വരവാദികളും യുക്തിവാദികളും എല്ലാം വന്ന് നമ്മുടെ സംസ്കാരത്തെ പതുക്കെ 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 നേരത്തെ പറഞ്ഞ മാതിരി അധർമ്മം ഉയർത്തിക്കൊണ്ടുവന്ന് ധർമ്മത്തെ പതുക്കെ പതുക്കെ ചവിട്ടി മെതിക്കുവാനായിട്ട് ആരംഭിച്ചു. പക്ഷെ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവര്, പരിശുദ്ധ ഭക്തന്മാര് എല്ലാ സമയത്തും യഥാകാലം ഇതെല്ലാം കൃത്യതയോട് കൂടിയിട്ട് ആ വൈഷ്ണവ ആചാരങ്ങളോട് കൂടിയിട്ട് ശ്രീലപ്രഭുപാദരും മറ്റുള്ള ആചാര്യന്മാരുമെല്ലാം അതിനു വേണ്ടിയിട്ട് ഗ്രന്ഥങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ സംസ്കാര എന്ന് പറഞ്ഞിട്ട് 16 സംസ്കാര, 16 സംസ്കാരങ്ങള് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു കുട്ടി ജനിക്കുന്നത് മുതല് അല്ലെങ്കിൽ ഗർഭാധാരണം മുതല് അങ്ങനെ, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞത് മുതല് മരിക്കുന്നത് വരെ, ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നത് വരെ, അന്ത്യേഷ്ടി വരെയുള്ള കർമ്മങ്ങൾ എപ്രകാരം ചെയ്യണമെന്ന് നല്ല വിശദമായിട്ട് പ്രതിപാദിക്കുന്ന അനേകം ഗ്രന്ഥങ്ങളുണ്ട്. അപ്പൊ അതില് ഇതുപോലെ ചെയ്യണം. കാരണം എന്താണ്, മരിച്ചു കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധ ഭക്തന്മാരാണെങ്കിൽ കുഴപ്പമില്ല, അവര് നിമിഷ നേരം കൊണ്ട് അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവൈകുണ്ഠ ലോകത്തിലേക്ക് പരമപദ പ്രാപ്തിയിലേക്ക് ഉയരുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ പുണ്യാത്മാക്കളായിട്ടുള്ള ആളുകള് ഉത്കൃഷ്ട ലോകങ്ങളായിട്ടുള്ള സ്വർഗലോകങ്ങളിലോ പിതൃലോകങ്ങളിലോ നാഗലോകത്തോ സൂര്യലോകത്തോ ചന്ദ്രലോകത്തോ അല്ലെങ്കിൽ ബ്രഹ്മലോകത്തോ എത്തിച്ചേരുന്നു. അല്ലെങ്കിൽ ചില ആളുകള് ഉടനെ തന്നെ നല്ല ശരീരം ലഭിച്ചിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് പരിശുദ്ധ ഭക്തന്മാരുടെ വീടുകളിൽ ജനിക്കുന്നു. ഇതെല്ലാം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നുണ്ട് കുറച്ചു കഴിഞ്ഞാൽ, 5-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലൊക്കെ. അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്നു. പക്ഷേ ഈ മിശ്ര സന്തതികള്, യാതൊരു തരത്തിലുള്ള ഭക്തിയില്ലാത്തവര്, ക്ഷേത്രത്തിൽ പോകാത്തവര്, വിളക്ക് വെക്കാത്തവര്, ഭഗവാനെ ഒരു നേരം പോലും കൈകൂപ്പാത്തവര്, അവരെല്ലാം എന്ത് സംഭവിക്കുന്നു, ഇതെല്ലാം എന്തിനാ ചെയ്യുന്നത്, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്കതിനുള്ള സമയമില്ല, എനിക്ക് അച്ഛനോടും അമ്മയോടും വെറുപ്പാണ്, എന്നെ ഉപേക്ഷിച്ചവരാണ് അവര് ഒരു കാര്യവും എന്റെ നോക്കിയിട്ടില്ല, മുത്തച്ഛനും മുത്തശ്ശിയും എന്റെ ഒരു കാര്യം നോക്കിയിട്ടില്ല, അവരെല്ലാം സുഖത്തിന് വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെയെല്ലാം വിരോധം വെച്ച് പുലർത്തിക്കൊണ്ട് അവര് ഈ മരിച്ചു കഴിഞ്ഞാലും പിണ്ടം ഇടില്ല, അല്ല ശ്രാദ്ധം 1 വർഷം എത്തുന്ന സമയത്തോ അല്ലെങ്കിൽ മാസമുള്ള ആ നാള് വരുന്ന ദിവസങ്ങളിലോ ഒന്നും തന്നെ ഇവര് പിണ്ടക്രിയകളോ ഉദകക്രിയകളോ ദാനധർമാദികളോ ഒന്നും തന്നെ ചെയ്യില്ല. ഇതിന്റെ ഫലമായിട്ട് പിതൃലോകത്ത് ഇവർക്ക് കിട്ടേണ്ട സാധനങ്ങളൊന്നും കിട്ടാതിരിക്കുമ്പോൾ ഇവരുടെ പുണ്യമെല്ലാം ക്ഷയിച്ച് എന്ത് സംഭവിക്കുന്നു, ഇവർക്ക് വീണ്ടും ഭൂമിയിലോ നരകാദി ലോകങ്ങളിലോ പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ദീക്ഷ എടുത്തവരായിരിക്കാം, ദീക്ഷ എടുക്കാത്തവരായിരിക്കാം. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, പ്രഭു ഇനി അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു പരിശുദ്ധ ഭക്തന് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലെന്ന്. ശരിയാണ്, നിങ്ങൾ പരിശുദ്ധ ഭക്തനാണെങ്കിൽ, പരിശുദ്ധ ഭക്തയാണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ രാത്രി
ഒരു 200 പേജിന്റെ നോട്ട് പുസ്തകം എടുത്തിട്ട് നിങ്ങൾ അതിൽ നോക്കാം, നിങ്ങൾ പരിശുദ്ധ ഭക്തനാണോ ഭക്തയല്ലയോ എന്ന് നോക്കാം. അല്ലെ, ഞാൻ കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്, ഇല്ല. അല്ലെ, ഞാൻ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ടോ? ഉണ്ട്, ഇല്ല. ഞാൻ 24 മണിക്കൂറിലും 20 മണിക്കൂറും ഭഗവാനെ സ്മരിക്കുന്നുണ്ടോ? ഉണ്ട്, ഇല്ല. ഞാൻ സ്വാധ്യായം ചെയ്യുന്നുണ്ടോ? ഉണ്ട്, ഇല്ല. ഞാൻ പ്രസാദം മാത്രമേ കഴിക്കുന്നുള്ളൂ? ഉണ്ട്, ഇല്ല. ഞാൻ നിത്യവും ജപിക്കാറുണ്ടോ? ഉണ്ട്, ഇല്ല. ഇങ്ങനെ നിങ്ങൾ ഒരു പരിശുദ്ധ ഭക്തന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം, ഇനി ആ ഗുണത്രയ വിഭാഗ യോഗം, ഭക്തിയോഗം, ഇതിലെല്ലാം പറയുന്നുണ്ട്. അതൊക്കെ വായിച്ചു നോക്കിയിട്ട് ഒരു ഭക്തന്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട, കുഴപ്പമില്ല, കഴിഞ്ഞു. കാരണം ഇവിടെ പ്രഭുപാദർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു പരിശുദ്ധ ഭക്തൻ ചെയ്യണ്ട, ഒരു പരിശുദ്ധ ഭക്തന്റെ ലക്ഷണങ്ങളെല്ലാം നിങ്ങളിലുണ്ട്, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട. പരിശുദ്ധ ഭക്തനാണ്, നിങ്ങൾ പ്യുവർ ഡിവോട്ടിയാണ്. അല്ല, ഈ വക ലക്ഷണങ്ങളില് 50 മാർക്ക് പോലും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. കാരണം ഏതാണ്? ഗതോ മുകുന്ദം പരിഹർത്യ കർമ്മം. നിങ്ങള് മുകുന്ദനെ, മോക്ഷദാതാവായിട്ടുള്ള മുകുന്ദനെ, ഭഗവാൻ ശ്രീകൃഷ്ണനെ സർവാത്മനാ ശരണം പ്രാപിച്ചവനാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അല്ലാതെ ഞാൻ ഓൺലൈൻ ക്ലാസ്സിന് എല്ലാ ദിവസവും കയറുന്നുണ്ട്, ഞാൻ ഇവിടെ എല്ലാ ഞായറാഴ്ചയും അവിടെ സത്സംഗത്തിൽ പോകുന്നുണ്ട്, ഞാൻ ദീക്ഷ സ്വീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ സെക്കൻഡ് ഇനിഷ്യേഷൻ ഡിവോട്ടിയാണ് എന്നൊക്കെയും പറഞ്ഞ് പല ആളുകളും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അറ്റ്ലീസ്റ്റ് മരിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 കൊല്ലെങ്കിലും ചെയ്തിട്ട് നമ്മുടെ തലമുറയെ വാർത്തെടുക്കണം. അതിനു വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇതെല്ലാം ചിലപ്പോൾ ഞാൻ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടൊന്നല്ല. കാരണം അവർക്ക് വേറെ ശരീരം ലഭിച്ചിരിക്കാം, അവര് വന്നിട്ട് വേവാത്ത അരിയോ അല്ലെങ്കിൽ പഴമോ ശർക്കരയോ ഒന്നും കഴിക്കില്ല. പക്ഷെ നിങ്ങളുടെ ചുറ്റുമുള്ള ഭൂതങ്ങൾക്ക്, പഞ്ചഭൂതങ്ങൾക്ക്, അല്ലെങ്കിൽ പക്ഷിമൃഗാദികൾക്ക്, കീടങ്ങൾക്ക്, മീനുകൾക്ക്, ഇതെല്ലാം നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? പണ്ടുണ്ടായിരുന്നു, അല്ലെ? വീടിന്റെ പുറത്ത് ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ ഒരു കല്ലില് ഓട്ടയുണ്ടാക്കിയിട്ടൊക്കെ പശുക്കൾക്കോ അല്ലെങ്കിൽ മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ഒക്കെ ധാന്യം വെക്കുക. പിന്നെ നമ്മുടെ ചുറ്റും ഇരുന്ന് കോലമിടുക, അല്ലെ? വീടുകളുടെ മുന്നിൽ കോലമിടുക അരിപ്പൊടി കൊണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ചെറിയ ഉറുമ്പ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കീടങ്ങൾക്ക് ഭക്ഷണമായിട്ട്. ഇന്ന് ഉറുമ്പ് വന്ന് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉറുമ്പ് പൊടി മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. എത്ര വലിയ പാതകമാണെന്ന് ആലോചിച്ച് നോക്കൂ. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആചാര്യന്മാരും മുനിമാരും അല്ലെങ്കിൽ മറ്റുള്ള മാർഗദർശികളായിട്ടുള്ള ഭക്തന്മാരും എല്ലാം ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൽ ചേർത്തുകൊണ്ട് അതിനെ വികലമാക്കിയിട്ട് ധർമ്മത്തിന് ഗ്ലാനി വരുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് അധർമാഭിഭവാത്. വിവരദോഷികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, അധർമ്മത്തിന് ഉയർച്ച വരുന്നു, ധർമ്മത്തിന് ഗ്ലാനി വരുന്നു. അപ്പൊ അതുകൊണ്ട് ഓരോന്നിനും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ മുന്നുണ്ടായിരുന്ന ശാസ്ത്രങ്ങളെല്ലാം നല്ല പോലെ പഠിച്ച് സത്യത്തെ മനസ്സിലാക്കിയിട്ട് അത് ക്രോഡീകരിച്ചുകൊണ്ട് ശാസ്ത്രങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള മഹർഷിമാരും മുനിമാരും അതിനെയെല്ലാം വികലമാക്കിക്കൊണ്ട് നമ്മുടേതായിട്ടുള്ള ഒരു സംസ്കാരത്തിൽ കൂടെ നമ്മൾ പോകുകയാണ്. അതാണ്. അങ്ങനെയുള്ള ആളുകള് ഇങ്ങനെ കുലത്തിന് തന്നെ നാശം വരുത്തി വെക്കുന്നു. അവരുടെ പിതൃക്കളെല്ലാം പിണ്ടോദകക്രിയ ചെയ്യാതെ, കാരണം 3 കൊല്ലം 4 കൊല്ലം ഇടണില്ലേ അവര്, മരണസമയത്തും ഇട്ടിട്ടില്ല, ദാനധർമാദികൾ ചെയ്തിട്ടില്ല അവര്, അല്ലെ? തീർത്ഥസ്ഥാനങ്ങളിൽ പോയിട്ടില്ല, പ്രേതാത്മാവിന് വേണ്ടിയിട്ട് അവര് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായിട്ട് ശ്രീമദ് ഭാഗവതത്തിന്റെ മാഹാത്മ്യത്തിലെല്ലാം അനേകം ഗോകർണന്റെ കഥയും മറ്റവരുടെ കഥയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു അന്ധവിശ്വാസമല്ല, മറിച്ച് ഇങ്ങനെ സൂക്ഷ്മരൂപേണ നടക്കുന്നതിനെയാണ് പ്രേതം എന്ന് പറയുന്നത്. അല്ലാതെ വെള്ളം വെള്ളിയിട്ടിട്ട് സിനിമയില് നിങ്ങളെ കൊല്ലാൻ വരുന്ന യക്ഷിയോ പ്രേതമോ ഒന്നും തന്നെയല്ല. അത് അവർക്ക് ആ ശരീരം ലഭിക്കാതെ, നമ്മളെ പോലെയുള്ള ആ സ്ഥൂല ശരീരം ലഭിക്കാതെ മനസ്സ്, ബുദ്ധി, ചിത്തം, മിഥ്യാഹങ്കാരം തുടങ്ങിയുള്ള സൂക്ഷ്മ രൂപത്തില് സബ്റ്റൈൽ ബോഡിയിൽ നടക്കുന്ന ഈ രൂപങ്ങള് ചിലപ്പോൾ പൊടിപടലത്തിൽ കൂടെയും അല്ലെങ്കിൽ പുകമറയിൽ കൂടെയും എല്ലാം സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് രൂപമായിട്ട് നമുക്ക് തോന്നും. അതിനെയാണ് പ്രേതരൂപമായിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ച് ഇരുട്ടിലെല്ലാം കണ്ട് നമ്മൾ പേടിക്കുന്നത്. ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അതിന് സൂക്ഷ്മ രൂപത്തിലാണ്, അതിന് കയ്യും കാലൊന്നുമില്ല. ഈ മനസ്സും ബുദ്ധിയും മിഥ്യാഹങ്കാരവും മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവർക്ക് ചിന്തിക്കാനും കാണുവാനും എല്ലാ ശക്തി ഉണ്ടെങ്കിലും പ്രതികരിക്കാനുള്ള കഴിവ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ വിഷ്ണു പ്രസാദം അവർക്ക് കൊടുക്കുന്നു. അത് അവരുടെ ആര്യമാവ് വന്നിട്ട് പിതൃലോകത്തിലുള്ള ആളുകളെല്ലാം വന്ന് അത് സ്വീകരിച്ച് ഇവർക്ക് കൊടുത്ത് ഇവരെ ആ അവസ്ഥയിൽ നിന്ന്, സൂക്ഷ്മ രൂപത്തിൽ നിന്ന് സ്ഥൂല രൂപത്തിലാക്കി മാറ്റുന്നു. അതായത് പുതിയൊരു ജന്മം എടുക്കാനായിട്ട് സഹായിക്കുന്നു എന്നർത്ഥം. അങ്ങനെ നമ്മൾ കൊടുക്കുന്നതെല്ലാം ആ വിഷ്ണു പ്രസാദത്തിൽ കൂടെയാണ്, ഭഗവാന് നിവേദിച്ചത് കൊടുക്കുന്നത് കൂടെ. ഈ പറയുന്ന തൃപ്പാദപുരം
അതുപോലെ തന്നെ നമ്മുടെ പരശുരാമ ക്ഷേത്രത്തില്, തിരുനാവായ ശ്രീകൃഷ്ണ ക്ഷേത്രത്തില്, തിരുനെല്ലിയില്, ഇവിടേക്കും പോകുമ്പോൾ അവിടെ പൂജിച്ചിട്ടുള്ള, ഭഗവാനും നിവേദിച്ചിട്ടുള്ള വിഷ്ണു പ്രസാദമാണ് കൊടുക്കുന്നത്. കാരണം വിഷ്ണു പ്രസാദം കഴിച്ചതിൽ കൂടെ മാത്രമേ അവർക്ക് മുക്തി ലഭിക്കുകയുള്ളൂ. നമ്മൾ എങ്ങനെയാണ് പ്രസാദം കഴിക്കുമ്പോൾ പ്രസാദേ സർവ ദുഃഖാനാം ഹാനിരസ്യോ ഭജായതേ, 4-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. പ്രസാദം കഴിച്ചിട്ട് നിങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള ഉന്നതിയും ഭൗതികമായിട്ടുള്ള ഉന്നതിയും ഉണ്ടാകാൻ പോകുന്നത്. ഈ ഒരു പ്രസാദം കഴിക്കുന്നതിലൂടെ നമ്മുടെ മരിച്ചുപോയിട്ടുള്ള പിതൃക്കളും ഇങ്ങനെ ഉന്നതി നേടാം. അപ്പോ പലരും ചോദിക്കാറുണ്ട്, എത്ര വർഷം ഇടണം, ഞങ്ങൾ ഇടണോ, ഇടണ്ടേ എന്നൊക്കെ ചോദിക്കാം. അപ്പൊ അതിന്റെ ഉത്തരമാണ് ഇവിടെ ശ്രീമദ് ഭാഗവതത്തിലെ ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. നിങ്ങൾ ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇടണ്ട. അല്ല, നിങ്ങൾ അത്രയൊന്നും ആയിട്ടില്ല, ഞങ്ങൾ പരിശുദ്ധ ഭക്തന്മാരായിട്ടില്ല, ഞങ്ങൾക്ക് ഇപ്പോഴും ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്, ഞങ്ങള് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കും, അത് കഴിഞ്ഞ് ആറ്റുകാലമ്മേ ശരണം എന്ന് പറയാറുണ്ട്, അയ്യപ്പ ശരണം എന്ന് പറയാറുണ്ട്, കൊടുങ്ങല്ലൂർ അമ്മേ ശരണം എന്ന് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസമില്ലെങ്കിൽ, ദൃഢവിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പിണ്ടോദക ക്രിയകളും ഉദകക്രിയകളും മറ്റു ശ്രാദ്ധകർമ്മങ്ങളും അന്നദാനവും മറ്റു ക്ഷേത്ര തീർത്ഥാടനവുമെല്ലാം നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. അതാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഉപസംഹരിക്കാൻ പോകുകയാണ്. 6 ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് ഇവിടെ അർജുനൻ പറയുന്നു, ഈ കാരണങ്ങളെ കൊണ്ടാണ് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറയുന്നത്. അല്ലാണ്ട് എനിക്ക് പരാജയ ഭീതി കൊണ്ടല്ല, എന്റെ ബുദ്ധി കെട്ടത് കൊണ്ടല്ല, ഞാൻ ഇവരെ കണ്ടത് കൊണ്ടല്ല എന്ന് പറഞ്ഞിട്ട് മുൻകൂർ ജാമ്യം എടുക്കുകയാണ് ഇവിടെ അർജുനൻ ചെയ്യുന്നത്. ശ്ലോകം 42-ല് ദോഷരേതേ കുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈഹി ഉത്സാദ്യന്തേ ജാതി ധർമ്മ കുലധർമാശ്ച ശാശ്വതാഹ. വിവർത്തനം: അല്ലയോ കൃഷ്ണ, കുടുംബ പാരമ്പര്യം നശിപ്പിക്കുന്നവരുടെ ദുഷ്കർമ്മങ്ങളാൽ ആർക്കും വേണ്ടാത്ത ശിശുക്കൾ ഉണ്ടാകുന്നു. തന്മൂലം എല്ലാ തരത്തിലുമുള്ള സാമൂഹിക പുരോഗമന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും അമ്പാടെ നശിച്ചു പോകുന്നു. ഈ ശ്ലോകത്തിന്റെ ആശയ വിശദീകരണം, ഭാവാർത്ഥം പർപ്പട്ട്. ഭാവാർത്ഥം എഴുതിയ അഭയചരണാരവിന്ദ് ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ജനങ്ങൾക്കായുള്ള സാമൂഹിക പുരോഗമന പദ്ധതികളും വർണ്ണാശ്രമധർമ്മം അഥവാ സനാതനധർമ്മം നിർദ്ദേശിക്കുന്ന കുടുംബക്ഷേമ പ്രവർത്തനങ്ങളുമെല്ലാം മനുഷ്യന്റെ ആത്യന്തിക മുക്തിയെ ലക്ഷ്യമാക്കി രൂപീകരിച്ചവയാണ്. നിരുത്തരവാദികളായ സാമൂഹ്യ നേതാക്കൾ അസനാതനധർമ്മ പാരമ്പര്യത്തെ തകർക്കുന്നത് സമുദായത്തിൽ കുഴപ്പങ്ങൾക്കിടയാക്കുകയും ക്രമേണ ജീവിത ലക്ഷ്യമായ വിഷ്ണുപദത്തെ തന്നെ ജനങ്ങൾ മറക്കാൻ ഇടയാവുകയും ചെയ്യും. അന്ധരായ അത്തരം നേതാക്കളെ പിന്തുടർന്നവർക്ക് നാശമാണ് ഫലം. അങ്ങനെ താൻ പറഞ്ഞിട്ടുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള ദോഷങ്ങൾ, ദോഷൈ ഏതൈഹി, ഈ പറഞ്ഞ ദോഷങ്ങളാൽ ഏതൊക്കെയാണ്? നമ്മുടെ കുലം നശിക്കുന്നു, നമ്മുടെ കുലത്തൊഴിൽ നശിക്കുന്നു, കുലത്തിലെ ആചാരങ്ങൾ നശിക്കുന്നു. അങ്ങനെ വിധവകളായി തീർന്നിട്ടുള്ള സ്ത്രീകള് മറ്റുള്ളവരെ പ്രാപിക്കേണ്ടി വരുന്നു. അവരിൽ നിന്ന് മിശ്രസന്തതികൾ ഉണ്ടാവുന്നു. ഈ മിശ്രസന്തതികള് കാരണം ഈ പിതൃക്കൾക്ക് ബലിതർപ്പണമൊന്നും ചെയ്യാതെ, പിണ്ടോദക ക്രിയകളും ഉദകക്രിയകളും എല്ലാം ചെയ്യാതെ ആ മരിച്ചു പോയിട്ടുള്ള അവരുടെ മാതാപിതാക്കളും പിതൃക്കളുമെല്ലാം നരകത്തിൽ വന്ന് പതിക്കുന്നു. ഇങ്ങനെയുള്ള ദോഷങ്ങളെ കൊണ്ട് കുലജ്ഞാനാം, കുലത്തിന്റെ നാശത്തിന് വേണ്ടി ജനിച്ചിട്ടുള്ള ഇവര് ആര്? വർണ്ണസങ്കരഹ, ആർക്കും വേണ്ടാത്ത ഈ മിശ്രസന്തതികളുണ്ടല്ലോ, അന്യ മതത്തിലെ പുരുഷന്മാരെ പ്രാപിച്ചുണ്ടായിട്ടുള്ള ഈ കുട്ടികള് ഉത്സാദ്യന്തേ ജാതിധർമ്മ, ജാതിധർമ്മം നല്ല പോലെ നശിപ്പിക്കുന്നു, വേരറുക്കുന്നു. കുലധർമാശ്ച ശാശ്വതാഹ, ശാശ്വതമായിട്ടുള്ള പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തില് നിശ്ചയിച്ചുണ്ടാക്കിയിട്ടുള്ള, സർഗാദിയിലുണ്ടാക്കിയിട്ടുള്ള ശാശ്വതമായിട്ടുള്ള കുലധർമ്മങ്ങളും ഇവര് നശിപ്പിക്കുന്നു, വേരറക്കുന്നു. അല്ലെ? കാരണം എന്താണ്? ഇവരത് ചെയ്യില്ല. ഇവർക്കത് ഒന്നാമത് പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരില്ല. അല്ലെ? ഇന്നത് ചെയ്യണം കുട്ടി, ഓണത്തിന് ഇങ്ങനെ ചെയ്യണം, വിഷുവിന് ഇങ്ങനെ ചെയ്യണം, തിരുവാതിരയ്ക്ക് ഇങ്ങനെ ചെയ്യണം, അല്ല മലയാള മാസം 1-ാം തീയതി ഇങ്ങനെ ചെയ്യണം. ഇതൊന്നും പറഞ്ഞു കൊടുക്കാനായിട്ട് വീട്ടില് മുതിർന്നവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അവരെല്ലാവരും മരിച്ചുപോയി. അപ്പോ സമുദായത്തിലെ മുതിർന്ന അംഗങ്ങളെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിതം ദുസ്സഹമാവും, സത്യം പറയാൻ കഴിഞ്ഞാൽ. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? അതാണ് സുഖം. അല്ലെ? അമ്മയുണ്ടോ, അച്ഛനുണ്ടോ, മുത്തച്ഛനുണ്ടോ, മുത്തശ്ശിയുണ്ടോ വീട്ടില് കല്യാണമൊക്കെ ആലോചിക്കുന്ന സമയത്ത്. കാരണം എന്താണ്? അങ്ങനെയുള്ള വീടാകുമ്പോ പിന്നെ സ്വന്തം കാര്യം ചെയ്താൽ മതിയല്ലോ, അവരുടെ ഒന്നും ബുദ്ധിമുട്ടണ്ട. പക്ഷെ കുട്ടികൾക്ക് നല്ല കഥകൾ പറഞ്ഞു കൊടുക്കാനും ഉപദേശിക്കാനും അവരെ സംരക്ഷിക്കാനും ഈ കുലധർമ്മങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുവാനുമായിട്ട്
കുടുംബത്തിലെ മുതിർന്ന ആളുകൾ ഉണ്ടായേ തീരൂ. കുറച്ചെങ്കിലും മുതിർന്ന, ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട് പറയണത്, അറ്റ്ലീസ്റ്റ് ഒരു 60, 70, 80 വയസ്സായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം അടുക്കും ചിട്ടയോടും കൂടിയിട്ട് അവര് മുൻപ് ആചരിച്ചിരുന്ന, മുൻപ് കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരും. കുട്ടികൾക്ക് മുത്തശ്ശി കഥകളും പുരാണ ഇതിഹാസ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കും. ഇന്ന് കുട്ടികൾക്ക് വല്ലതറിയോ? ഒന്നും അറിയില്ല അവർക്ക്. കാരണം എന്താണ്? ഇന്നെല്ലാം അണുകുടുംബങ്ങളാണ്. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എവിടെയാ? അവരൊക്കെ ഓൾഡ് ഏജ് ഹോമില് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്ത്, അനാഥ മന്ദിരങ്ങളില്, അല്ലെ, വൃദ്ധമന്ദിരങ്ങള്, വൃദ്ധസദനങ്ങള്, പകൽ വീട്ടില്, അവിടേക്കാണ്. അപ്പോ അതിനനുസരിച്ച് നമ്മുടെ സംസ്കാരത്തിന് മാറ്റം വന്നിരിക്കുന്നു. കുട്ടികളെല്ലാം ബുദ്ധി വെച്ചൂലോ പ്രഭു. ഉണ്ട്, കുട്ടികൾക്ക് ബുദ്ധിയൊക്കെ വന്നു. അവർക്ക് കണക്കില് 100-ല് 100 മാർക്ക്, സയൻസില് 100-ല് 100, ചരിത്രത്തില് 100-ല് 100, എല്ലാത്തിലും 100-ല് 100 പക്ഷെ എന്തില് 100 ധർമ്മത്തില് 100. അതാണ്, ധർമ്മത്തില് അവർ കുറച്ച് ബാക്കിലാണ്. കുറച്ചല്ല, നല്ല പോലെ ബാക്കിലാണ്. അവർക്ക് സംസ്കാരത്തിലും ബാക്കിലാണ്. എന്താണ് സംസ്കാരം എന്നറിയില്ല. ആരോട് എന്ത് സംസാരിക്കണം, എങ്ങനെ പെരുമാറണം, അതൊന്നും അറിയില്ല അവർക്ക്. അവര് ഒരു പുസ്തക പുഴുവിനെ പോലെ അവർക്ക് മറ്റുള്ള കാര്യങ്ങൾ, കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ടോ മൊബൈൽ ഫോണിനെ കുറിച്ചോ ഈ ഭൗതിക ലോകത്തെ കുറിച്ചോ അതൊക്കെ നല്ല വിവരമാണ്. പക്ഷെ നമ്മുടെ സംസ്കൃതിയെ കുറിച്ച്, സംസ്കാരത്തെ കുറിച്ച്, ഉത്തരവാദിത്തത്തെ കുറിച്ച്, ഈ ലോകത്തിന്റെ നന്മയെ കുറിച്ച്, ശ്രേയസിനെ കുറിച്ച് ഇതൊന്നും അവർക്ക് അറിയില്ല. അപ്പൊ വളരെ ഇതാണ്. അപ്പൊ നമ്മുടെ ഒരു സന്തുലനാവസ്ഥയില്, അല്ലെ, ആ നീതി ദേവതയുടെ കയ്യിലെ ആ ത്രാസ് പോലെ രണ്ടും, ആ അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ഒരു തട്ട്, അതുപോലെ തന്നെ ധർമ്മത്തിന്റെയും ഒരു തട്ട്, രണ്ടു തട്ടും തുല്യമായിട്ട് നിൽക്കണം. അപ്പൊ അവിടെയാണ് യഥാ ധർമ്മസ്തോ ജയ. എവിടെയാണ് ധർമ്മം അവിടെയാണ് വിജയം. ജ്ഞാനവും വേണം, ധർമ്മവും വേണം. ഇല്ലെങ്കിലോ നമ്മുടെ ആ സംസ്കാരത്തിന്, അല്ലെങ്കിൽ നമ്മുടെ കുലത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ജനതയ്ക്ക്, നമ്മുടെ രാഷ്ട്രത്തിന്, ഈ ലോകത്തിന് തന്നെ അത് വളരെ ദുസ്സഹമായിട്ട് തീരും ജീവിതം. അതുകൊണ്ട് നമ്മുടെ കുട്ടികള് നിങ്ങൾ ട്യൂഷന് വിട്ടോളൂ, നിങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിൽ വിട്ടോളൂ, നല്ല നല്ല കോഴ്സിന് വിട്ടോളൂ, എല്ലാം ചെയ്തോളൂ. അതിനോടൊപ്പം സമാന്തരമായിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു ആധ്യാത്മിക പഠനം കൂടിയിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് കഷ്ടത്തിലാവാൻ പോകുന്നത്. അത് കറിവേപ്പല പോലെ നിങ്ങൾ എടുത്തു കളയും. സംസ്കാരം ഉണ്ടെങ്കിലോ, വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലെങ്കിൽ സംസ്കാരം ഉണ്ട്, അവന് ധർമ്മത്തില് ഒരു അറിവുണ്ട്, ഈശ്വരനിൽ കുറച്ച് ഭയമൊക്കെ ഉണ്ടെന്ന് വെച്ചാലാ നിങ്ങൾ അത്ര പെട്ടെന്നൊന്നും കളയില്ല. ശാപം കിട്ടൂ, അല്ലെങ്കിൽ എനിക്ക് അനുഭവിക്കേണ്ടി വരൂ, അങ്ങനെയുള്ള ചിന്തയുണ്ടാവും. ഇങ്ങനെ യാതൊരു ചിന്തയില്ലാത്തവരാ സുഖമായിട്ട് ഒന്നും ചോദിക്കുക പോലുമില്ല, വണ്ടിയിൽ കയറ്റിട്ട് നിങ്ങൾ അവിടെ ഇറക്കി വിട്ടിട്ട് തിരിച്ചു വരും. പിന്നെ വല്ല വിഷുവിനോ നിങ്ങളുടെ ബർത്ത്ഡേക്കാ വന്നാലായി, വന്നില്ലെങ്കിലായി. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നിങ്ങൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ആ സംസ്കൃതിയുടെ, നമ്മുടെ ആ സനാതനധർമ്മത്തിന്റെ, ആധ്യാത്മികതയുടെ ഒരു വിത്തും കൂടിയിട്ട് നല്ല പോലെ മുളപ്പിക്കാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ എന്താണ്? നമ്മുടെ സമൂഹം നശിച്ചു പോകും, നമ്മളും നശിച്ചു പോകും. നമ്മുടെ ലോകത്തിന് മുഴുവൻ വഴികാട്ടി വന്നിട്ടുള്ള നമ്മുടെ ആ ഭാരതം, ആ ഈറ്റില്ലമായിട്ടുള്ള ജ്ഞാനത്തിന്റെ, ഉപനിഷത്തുക്കളുടെ, ഇതിഹാസ പുരാണങ്ങളുടെ എല്ലാം ഈറ്റില്ലമായിട്ടുള്ള നമ്മുടെ സംസ്കാരവും നശിച്ചു പോകും. അപ്പൊ നമ്മൾ കാരണം അതിനൊരു നിമിത്തമായിട്ട് ഭവിക്കരുത്. എല്ലാവരും സടകുടഞ്ഞെഴുന്നേൽക്കേണ്ട സമയമായി. മനസ്സിലായ? മറ്റുള്ളവരുടെ മെക്കിട്ട് കയറാനല്ല, മറിച്ച് നമ്മുടെ സംസ്കാരത്തെ മുറുകെ പിടിക്കാൻ, നമ്മുടെ ഇതിഹാസ പുരാണങ്ങളെ സംരക്ഷിക്കുവാനായിട്ട്. കുറെയൊക്കെ നഷ്ടപ്പെട്ടു പോയി, സാറില്ലേ, പോയിക്കോട്ടെ, സംഭവിച്ചത് സംഭവിച്ചു, നമ്മുടെ കാരണന്മാരുടെ എല്ലാം പിടിപ്പ് കേടുകൊണ്ട്. പക്ഷെ നമ്മൾ ഇനിയും നശിക്കാതെ നോക്കേണ്ടത് നമ്മുടെ ഹിന്ദുക്കളായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്നിട്ട് പറയാണ്, ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതീത്യനുശുശ്രുമ. അല്ലയോ ജനാർദ്ദന, കുലധർമ്മങ്ങൾ നശിപ്പിക്കുന്നവർക്ക് എന്നും നരകത്തിൽ ജീവിക്കേണ്ടി വരുമെന്ന് ഗുരുപരമ്പര വഴി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഈ ശ്ലോകത്തിന്റെ ആശയവിശദീകരണം, ഭാവാർത്ഥം, പർപ്പട്ട് ഭാവാർത്ഥം എഴുതിയ അഭയചരണാരവിന്ദ് ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. സ്വന്തം അനുഭവത്തെ മുൻനിർത്തിക്കൊണ്ടല്ല, മറിച്ച് ആധികാരികമായ വചനങ്ങളെ പ്രമാണമാക്കിയാണ് അർജുനൻ ഇവിടെ വാദിക്കുന്നത്. അതാണ് ശരിയായ ജ്ഞാനം നേടാനുള്ള മാർഗം. ഏത് വിജ്ഞാന ശാഖയിലായാലും ശരി, അതിൽ നൈപുണ്യമാർജിച്ച ഒരാളുടെ സഹായമില്ലാതെ ആർക്കും അതിന്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ പറ്റില്ല. മരണത്തിന് മുമ്പ് പാപകർമ്മങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നിശ്ചയമായും അനുഷ്ഠിക്കണമെന്നുള്ള വ്യവസ്ഥ വർണ്ണാശ്രമധർമ്മത്തിലുണ്ട്. നിരന്തരം ദുഷ്കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർ പ്രായച്ചിത്തം എന്ന ഈ പ്രക്രിയ അനുഷ്ഠിക്കുക തന്നെ വേണം. അപ്രകാരം ചെയ്തില്ല എങ്കിൽ നിശ്ചയമായും പാപകർമ്മങ്ങൾ മൂലമുണ്ടായ ദുരിതഫലങ്ങൾ അനുഭവിക്കുന്നതിനായി അയാൾ നരകങ്ങളിലേക്ക് തള്ളി മാറ്റപ്പെടും.
ഇപ്രകാരം ഈ പറഞ്ഞിട്ടുള്ള ദോഷങ്ങളെ കൊണ്ട് ആ മിശ്ര സന്തതിയിൽ ഉണ്ടായിട്ടുള്ള ആ കുട്ടി എല്ലാവരെയും നരകത്തിലേക്ക് പറഞ്ഞയക്കുന്നു. അവൻ കാരണം കുലം നശിക്കുന്നു, കുലധർമ്മങ്ങളെല്ലാം നശിക്കുന്നു. മാത്രമല്ല അവന്റെ പിതൃക്കളെല്ലാം അവിടെ നിന്ന്, പിതൃലോകത്തിൽ നിന്ന് പുണ്യമെല്ലാം ക്ഷയിച്ച് പിണ്ടോദക ക്രിയകളും ഉദകക്രിയകളുമെല്ലാം ലഭിക്കാതെ വീണ്ടും നരകാദി ലോകങ്ങളിലോ ഭൂമിയിലോ വന്ന് പതിക്കാനായിട്ട് ഇടയാവും. ഉത്സന്ന കുലധർമാണാം, ഇപ്രകാരം കുലധർമ്മങ്ങളെ നശിപ്പിക്കുന്നവർക്ക്, കുലധർമ്മങ്ങൾ നശിച്ചവർക്ക്, മനുഷ്യർക്ക് യാതൊരു വീട്ടിലാണ് കുലധർമ്മങ്ങൾ അനുഷ്ഠിക്കാത്തത്, ആര് കാരണമാണോ കുലധർമ്മങ്ങളെല്ലാം നശിച്ചത്, ഇങ്ങനെയുള്ള ആളുകള് ജനാർദ്ദന, അല്ലയോ കേശവ, ജനാർദ്ദന കൃഷ്ണ, സജ്ജനങ്ങളെ നേർവഴിക്ക് നടത്തുകയും അവരെ സംരക്ഷിക്കുകയും ദുർജനങ്ങളെ നിഗ്രഹിച്ചുകൊണ്ട് അവർക്ക് ശിക്ഷകളെല്ലാം നൽകിക്കൊണ്ട് നരകാദി ലോകങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നവനുമായിട്ടുള്ള ജനാർദ്ദന, സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നവനെ, ദുർജനങ്ങളെ നിഗ്രഹിക്കുന്നവനെ. വിഷ്ണു സഹസ്രനാമം അനുസരിച്ചതാണ് ജനാർദ്ദന. നരകേ നിയതം വാസഹ, ഇങ്ങനെയുള്ള മനുഷ്യന്മാർക്ക്, ഏതു മനുഷ്യന്മാർക്ക്? കുലധർമ്മങ്ങളെല്ലാം നശിപ്പിച്ചവർക്ക്, കുലധർമ്മങ്ങൾ നശിച്ച വീട്ടിൽ താമസിക്കുന്നവർക്ക്, കുലധർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കാത്തവർക്ക്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ, ഇങ്ങനെയുള്ള കുലധർമ്മത്തിൽ വിശ്വാസമില്ലാത്തത്, ജാതിധർമ്മത്തിൽ വിശ്വാസമില്ലാത്തത്, വർണ്ണധർമ്മത്തിൽ വിശ്വാസമില്ലാത്തത്, ഈശ്വരനിൽ വിശ്വാസമില്ലാത്തവർക്ക് നരകേ നിയതം വാസഹ, നരകത്തിലാണ് വസിക്കേണ്ടി വരിക. ജീവിക്കുന്നതും നരകത്തിൽ തന്നെ, മരിച്ചു കഴിഞ്ഞാൽ പരലോകത്തിലെത്തുന്നതും നരകത്തിലേക്ക് തന്നെ. നിയതം വാസഹ, എപ്പോഴും ഇവരുടെ വാസം, ഇവരുടെ താമസം എവിടെയാണ്? നരകഃ, നരകത്തിലാണ്. ഭവതി അനുശുശ്രമ, ഇപ്രകാരം ഭവിക്കുമെന്ന്. ഈ കുലധർമ്മമെല്ലാം നശിപ്പിക്കുന്നവർക്ക്, നശിച്ചവര്, അങ്ങനെയുള്ള ആളുകളെല്ലാം എപ്പോഴും നരകത്തിലാണ് ചെന്ന് പതിക്കുന്നതെന്ന്. അനുശുശ്രമ, ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നീ കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. ഗുരുകുലത്തിൽ എന്റെ ആചാര്യന്മാരെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ വേദവ്യാസ മഹർഷിക്കും പറയുന്ന സമയത്ത്, എന്റെ അമ്മയ്ക്ക് ഉപദേശം കൊടുക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലെ? അങ്ങനെ ഞാൻ പല മൈത്രേയ മഹർഷി, അതുപോലെ തന്നെ മാർക്കണ്ഡേയ മഹർഷി, വേദവ്യാസ മഹർഷി, ഇങ്ങനെയുള്ള അനേകം മഹർഷിമാരുടെ കൂടെയൊക്കെ എനിക്ക് താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. നീ വിചാരിക്കുന്ന പോലെ അത്ര നിസാരക്കാരനല്ല ഞാൻ. അവരെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്ത്? ഇങ്ങനെ കുലധർമ്മങ്ങൾ നശിപ്പിക്കുന്നവർക്കും നശിച്ചവർക്കുമെല്ലാം എവിടെയാണ്? എപ്പോഴും നരകാദി ലോകങ്ങളിലായിരിക്കും. കാരണം ഇവരെ സംരക്ഷിക്കാൻ ആരുമില്ല. കാരണം ഇവരുടെ മക്കൾ ഉണ്ടാവുന്നത് പിന്നെയും മിശ്ര സങ്കരമാണ്, അവരുടെ മക്കളാകട്ടെ വീണ്ടും മിശ്ര സങ്കരം. അങ്ങനെ ഇവര് തന്നെ ഇതുപോലെയുള്ള പിണ്ടോദക ക്രിയകളോ ക്ഷേത്ര ദർശനമോ പൂജകളോ യാഗങ്ങളോ യജ്ഞങ്ങളോ പ്രായശ്ചിത്ത കർമ്മങ്ങളോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ മക്കളുടെ കാര്യമോ പേരക്കുട്ടികളുടെ കാര്യമോ പൗത്രന്മാരുടെ കാര്യം പിന്നെ പറയാനുണ്ടോ? അങ്ങനെ ഇവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള യാതൊരു മാർഗവും ഞാൻ കാണുന്നില്ല. അതാണ്. അപ്പൊ നമ്മള് നേരത്തെ ബലിയിടുമ്പോ മാതൃവംശേ കുലേ ജാത പിതൃവംശേ കുലേനത, മാതൃവംശത്തിലുള്ള 21 തലമുറയ്ക്ക്, പിതൃവംശത്തിലുള്ള 21 തലമുറയ്ക്ക്, അല്ല എൻ്റെ അപ്പുറത്തും കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും വടക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തും താമസിച്ചിരുന്നവര്, എൻ്റെ അയൽവാസികള്, എൻ്റെ വീട്ടിലുള്ള പക്ഷി മൃഗാദികൾക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പിണ്ടോദക ക്രിയ ചെയ്യുന്നത്. ശ്രദ്ധിച്ചു കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ സകലർക്കും പാപവിമുക്തി കൊടുക്കണേ, പ്രായശ്ചിത്തം ചെയ്യണേ ഭഗവാനെ വിഷ്ണു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ഭഗവാൻ കേൾക്കും, കാരണം പരിശുദ്ധ ഭക്തനാണല്ലോ. ശരി, ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഈ സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് സ്ഥൂല ശരീരത്തിലേക്ക് അവരുടെ കർമ്മങ്ങൾ അനുസരിച്ചിട്ട് പുതിയ പുതിയ ശരീരങ്ങളെല്ലാം കൊടുക്കുന്നു. ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ അവർക്ക് പുതിയ ശരീരം എടുക്കാൻ പറ്റുക? അതുകൊണ്ടാണ് നരകേ നിയതം വാസ, അനേകം യുഗങ്ങള്, അനേകം ജന്മങ്ങള്, അനേകം കൽപ്പങ്ങള് അവിടെ കിടക്കേണ്ടി വരും. എപ്പോഴെങ്കിലും ഒരു പരിശുദ്ധ ഭക്തൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോ അവർക്ക് മോക്ഷം കിട്ടിയേക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ കിടക്കും. അതാണ്. അപ്പൊ തറവാട്ട് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി, അപ്പൊ പണിക്കാരുടെ അടുത്ത് പോയി, അപ്പൊ ആള് ഇങ്ങനെ കവടി നിർത്തിയിട്ടൊക്കെ പറയും, അതെ നിങ്ങളുടെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടിയിട്ടില്ല, അവരിങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്, വേഗം പോയിട്ട് അവിടെ ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്തോളൂ, പ്രായശ്ചിത്ത കർമ്മങ്ങൾ ശിവന്റെ അമ്പലത്തിൽ അത് ചെയ്തോളൂ, ദുർഗയുടെ അമ്പലത്തിൽ അത് ചെയ്തോളൂ, ഗണപതിയുടെ അമ്പലത്തില്, അയ്യപ്പന്റെ അമ്പലത്തില്, കൃഷ്ണന്റെ അമ്പലത്തില്, വിഷ്ണുവിന്റെ അമ്പലത്തില്, ഇങ്ങനെ കുറെ ഒരു ചാർട്ടൊക്കെ തരും. കാരണം എന്താണ്? പ്രായശ്ചിത്ത കർമ്മങ്ങൾ. നമുക്ക് കുറെ കർമ്മങ്ങളുണ്ട് അല്ലെ? നിത്യകർമ്മങ്ങള്, നിത്യം അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങള്,
നൈമിത്തിക കർമ്മങ്ങള്, വല്ലപ്പോഴും വന്നു ചേരുന്ന കർമ്മങ്ങള്, കാമ്യകർമ്മങ്ങള്, നമ്മുടെ ആഗ്രഹപൂർത്തിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങള്, പിന്നെ പ്രായശ്ചിത്ത കർമ്മങ്ങള്. അല്ലെ, പ്രായശ്ചിത്തം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അനേകം കർമ്മങ്ങൾ ചെയ്തിരിക്കും. കൃഷ്ണാവബോധത്തിൽ വരുന്നതിന് മുന്നേ നമ്മൾ ചിലപ്പോ കുറെ ദ്രോഹങ്ങളൊക്കെ ചെയ്തിരിക്കും. അല്ല, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ആരായിരുന്നു വല്ല പിടിയുണ്ടോ? കഴിഞ്ഞ ജന്മത്തിലും ചിലപ്പോൾ ഉണ്ടായിരുന്നു. അതിന് മുന്നിലത്തെ ജന്മത്തിലോ അയ്യോ പറയാൻ പറ്റില്ല. അപ്പൊ അതും ചെയ്യേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ജന്മജന്മാന്തരങ്ങളായിട്ട് ചെയ്തിട്ടുള്ള, അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ പ്രായശ്ചിത്ത കർമ്മങ്ങളെല്ലാം ചെയ്യണം. അപ്പൊ നമ്മുടെ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം വഴി ഇങ്ങനെ നമ്മുടെ മുൻകാലത്ത് ചെയ്തിട്ടുള്ള ആ പാപകർമ്മങ്ങളെല്ലാം നിവാരണം ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ മാലയും ചെയ്യുമ്പോൾ ഓരോ പാപങ്ങളും അവിടെ ചുവന്ന മഷി വെച്ചിട്ട് ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പരമാവധി ഹരേ കൃഷ്ണ മഹാമന്ത്രം ചെയ്യാൻ പറയണം. മനസ്സിലായില്ലേ? അപ്പോ ഒരു ജന്മത്തില് ഇത്രയും കോടി മഹാമന്ത്ര ജപം ചെയ്യണം നിങ്ങൾ. കാരണം ഇത്രയും ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും മനുഷ്യജന്മങ്ങൾക്ക് ശേഷമാണ് കൃഷ്ണാവബോധത്തിൽ നിങ്ങൾ വരാനും ഭഗവാനെ കുറിച്ചും ഭഗവത്ഗീതയെ കുറിച്ചും മനസ്സിലാക്കാനും സിദ്ധിച്ചത്. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാമാം പ്രപദ്യതേ. അനേകം ജന്മങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജ്ഞാനം, കൃഷ്ണാവബോധം സിദ്ധിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട്, അല്ലെ, സത്സംഗത്തിലെല്ലാം പോയി ഭഗവാനെ സർവാത്മന ശരണം പ്രാപിച്ച് ഭഗവത് ഭക്തിയുത സേവനമെല്ലാം ചെയ്ത് അന്നദാനമെല്ലാം ചെയ്ത് അങ്ങനെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ പിതൃക്കളെയും എല്ലാം ആ നരകാദി ലോകങ്ങളിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് വേറെ വല്ലവരുടെയല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കൃഷ്ണാവബോധത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക, എല്ലാവരും പരിശുദ്ധ ഭക്തന്മാരായി തീരുക, എല്ലാവരും സജ്ജനങ്ങളായിട്ട് ഭവിക്കുക. അല്ലെങ്കിൽ എന്താണ്, ഇവരെല്ലാവരും നരകത്തിൽ പോകുമെന്ന് കേട്ടിട്ടില്ലേ? നോക്കൂ, വെറുതെ പറയണതല്ല അർജുനന്റെ വാക്കുകളല്ല, വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ മാതിരി ഞാനൊരു പ്രസ്താവന ഇറക്കി, ഇത് സത്യമാണ് അല്ലെങ്കിൽ ഇത് ശരിയാണെന്ന് തർക്കിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടവനല്ല അർജുനൻ. അനുശുശ്രുമ ഞാൻ കേട്ടിട്ടുണ്ട്, നീ കേട്ടിട്ടില്ലേ അല്ലെ എന്ന് പറയാറുണ്ട്. ശാസ്ത്രധർമ്മങ്ങളിലെ ഉദ്ധരിച്ചുകൊണ്ടാണ് അർജുനൻ പറയുന്നത്, വെറുതെ പറയുന്നതല്ല. എൻ്റെ മാർഗദർശികളായിട്ടുള്ള ഗുരുജനങ്ങളും ഗുരുക്കന്മാരും പിന്നെ സത്യം മനസ്സിലാക്കിയിട്ടുള്ള മഹർഷിമാരും മുനിമാരും എല്ലാം ഈ ഒരു സത്യം ലോകത്തിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇതെനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഈ എൻ്റെ കുലത്തിന് ഘാതകനാവാനായിട്ട് ഞാൻ നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെ, ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ഭവതി സങ്കര നരകായ ഏവ. ഈ സങ്കരവർഗത്തിൽ ജനിച്ചിട്ടുള്ള ഈ കുട്ടികള് കുലത്തിനും കുലധർമ്മത്തിനും കുലത്തിന്റെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എല്ലാം ഹേതുവായിട്ട് നിമിത്തമായിട്ട് അതിനെയെല്ലാം വേരറുത്ത് കളഞ്ഞിട്ട് അവനും നരകലോകങ്ങളിൽ ചെന്ന് പതിക്കുന്നു. അങ്ങനെയുള്ള കുലത്തിൽ ജനിക്കുന്നവരും ജീവിക്കുന്നവരും നരകത്തിൽ ചെന്ന് പതിക്കുന്നു. ഞാൻ കാരണം എൻ്റെ കുലം നശിക്കാൻ ഇടവരരുത്, ഞാൻ കാരണം എൻ്റെ കുലത്തിലെ ആളുകൾ നരകത്തിൽ പോകാൻ ഇടവരരുത്, ഞാനും നരകത്തിൽ പോകാൻ ഇടവരരുത് ഗോവിന്ദ. അതുകൊണ്ട് ഈ യുദ്ധം ചെയ്യുന്നത് നല്ലതിനല്ല, ഈ യുദ്ധം കരണീയമല്ല. നമുക്ക് വേഗം തന്നെ തിരിച്ചു പോകാം, അങ്ങ് റിവേഴ്സ് ഗിയർ ഇട്ടോളൂ. നമുക്ക് വനങ്ങളിലോ ആശ്രമങ്ങളിലോ എവിടെയെങ്കിലും പോയിട്ട് ഭിക്ഷാടനം നടത്തി അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നു കൊണ്ട് കഴിഞ്ഞ 13 വർഷങ്ങൾ ഞങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത് അതുപോലെ തന്നെ ജീവിതം തള്ളി നീക്കുവാൻ ഞാൻ തയ്യാറാണ് ഗോവിന്ദ എന്നാണ് ഇവിടെ അർജുനൻ പരോക്ഷമായിട്ട് ഉറപ്പിച്ച് തന്നെ ഗോവിന്ദനോട് പറയുന്നത്. ഇപ്പോഴും പുള്ളിക്കാരന് യാതൊരു മറുപടിയില്ല. ആള് അതെല്ലാം പറയൂ, ഇനിയും പറഞ്ഞോളൂ, ആ ഉള്ളിലുള്ളതെല്ലാം അങ്ങോട്ട് പോരട്ടെ, ഛർദിക്കട്ടെ എന്നുള്ളൊരു മനോഭാവമാണ് നമ്മുടെ ജനാർദ്ദനന്. അങ്ങനെ അർജുനൻ വീണ്ടും 2 ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ട് ഞാൻ ഇനി യുദ്ധം ചെയ്യില്ല, ഈ യുദ്ധം കരണീയമല്ല, എല്ലാം എൻ്റെ സ്വജ്ജനങ്ങളെ വധിക്കുന്നതിനാണ്. എൻ്റെ സ്വജ്ജനങ്ങളും നരകത്തിൽ പോകും, ഞാനും നരകത്തിൽ പോകും, എൻ്റെ മുത്തച്ഛനും വല്യച്ഛനും അവരുടെ മക്കളും എല്ലാവരും നരകത്തിൽ പോകും. കാരണം എന്താണ്? കുലധർമ്മങ്ങൾ അറ്റിട്ടുള്ള, കുലധർമ്മങ്ങൾ ആചരിച്ച് അനുഷ്ഠിക്കാത്ത ആളുകളെല്ലാം നരകാദി ലോകങ്ങളിലേക്കാണ് പോകുന്നതെന്ന് ആ സ്മൃതി ഗ്രന്ഥങ്ങളിലും ശ്രുതി ഗ്രന്ഥങ്ങളിലുമെല്ലാം ഉണ്ട്. അതുകൊണ്ട് അത് ഒരിക്കലും അതിന് നിമിത്തമാകുവാൻ കാരണമാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ എപ്പോഴും എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? സ്വജ്ജനം, ബന്ധുമിത്രാദികളെ കുറിച്ചിട്ടാണ്. അപ്പൊ ആ ഒരു വലിയ ചിന്തയാണ് അർജുനനില് ഇപ്രകാരമുള്ള ഒരു മാറ്റം ഉണ്ടാക്കിയതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഭഗവാൻ
അർജുന, നീ വിചാരിക്കണ പോലെ ഇവരെല്ലാം നിന്റെ ബന്ധുമിത്രാദികളോ അല്ലെങ്കിൽ മുത്തച്ഛനോ വല്യച്ഛനോ ഇളയച്ഛനോ അവരുടെ മക്കളോ അളിയന്മാരോ അമ്മാവന്മാരോ എന്നല്ല, അവരെല്ലാം ആത്മാക്കളാണ്. കുറച്ചു നേരത്തേക്ക് വേണ്ടിയിട്ട് ഒരു ശരീരം സ്വീകരിച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അവരെല്ലാം സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ വിഭിന്നാംശമായിട്ടുള്ള ജീവാത്മാക്കളാണ് എന്നുള്ളൊരു സത്യം ഇനി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് അർജുനന് കാര്യങ്ങളെല്ലാം വ്യക്തമാകുന്നത്. അതുവരയ്ക്കും എൻ്റെ ആളുകള്, എൻ്റെ കുടുംബക്കാര്, എൻ്റെ ജാതിക്കാര്, എൻ്റെ കുലത്തിലുള്ള ആളുകള് എന്നുള്ള വിചാരം മാത്രമേ അർജുനനുള്ളൂ. ആ മമത്വ ബോധം എപ്പോഴാണ് നീങ്ങുന്നത്, അപ്പോൾ അർജുനന് ബുദ്ധി ഉറയ്ക്കാനായിട്ട് ആരംഭിക്കുന്നു. അവിടെ മുതൽ നമ്മുടെ ഭഗവത്ഗീത ആരംഭിക്കുന്നു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണേ. ഹരേ കൃഷ്ണ പ്രഭു. പറയൂ. ഈ പിതൃക്കൾ ഉള്ള കർമ്മങ്ങൾ, അത് പിണ്ടോദ ക്രിയകളൊക്കെ ചെയ്തില്ലെങ്കിൽ അവർക്ക് ഒരിക്കലും വേറൊരു ജന്മം കിട്ടില്ലേ? സാഹചര്യം വളരെ കുറവാണ്. ശരി, ഭഗവാൻ ഒരു ചാൻസ് കൊടുക്കും. ചിലപ്പോ ഈ സപ്ലി ഒക്കെ എഴുതണ പോലെ ചിലപ്പോ ഒരു ചാൻസ് കൊടുക്കും. പക്ഷെ നിർബന്ധമില്ല. ആരെങ്കിലും നമുക്കും ചെയ്യാം. ഇതിപ്പോ അവരുടെ വീട്ടുകാരനെ ചെയ്യണമെന്നൊന്നുമില്ല, നമുക്കും ചെയ്യാം. നേരത്തെ പറഞ്ഞ മാതിരി അയൽവാസികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വിഷ്ണു ഗയയിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഗയ, ദ്വാരക, പിന്നെ വാരണാസി, രാമേശ്വരം അവിടേക്കും പോയി കഴിഞ്ഞാൽ അവര് കുറെ ആളുകളെ പറയും. അപ്പൊ അതില് ഒരാള് ചിലപ്പോ ഈ മരിച്ചു പോയിട്ടുള്ള ആരെങ്കിലും ഒക്കെ പെട്ടിരിക്കാം. കാരണം നമ്മളും നമ്മുടെ അയൽക്കാരും അവരൊക്കെ ആയിട്ട് ഒരു 21 തലമുറയുടെ ഒരു വിഭജനമുള്ളൂ. 21 തലമുറയുടെ ഉള്ളില് അവരെല്ലാവരും നമ്മുടെ ബന്ധുക്കൾ തന്നെയായിരിക്കും. അതുകൊണ്ട് അങ്ങനെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളിൽ പോയിട്ട് ചെയ്യുമ്പോൾ, ഹരിദ്വാർ, ഋഷികേശ്, വാരണാസി, ഗയ, ദ്വാരക അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവര് ചെയ്യിക്കും നമ്മളെ കൊണ്ട്. അങ്ങനെ നമുക്ക് അതിൽ നിന്നും രക്ഷ നേടാൻ, അവർക്കും രക്ഷ നേടാനായിട്ട് സാധിക്കും. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഈ